എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ സൈക്കിളിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ജൂൺ 21 തീയതി തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് UGC എന്നുള്ള ഇപ്പോഴത്തെ പബ്ലിക് നോട്ടീസ് വെച്ചിട്ട്. സോ ആ എക്സാമിന് ഒരുക്കമായിട്ടുള്ള ഒരു മാരത്തോൺ വീഡിയോയാണിത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന മാരത്തോൺ വീഡിയോയിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതായത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ കീഴിൽ വരുന്ന ഒരു 100ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. So first question, which of the following research approaches suggest that theory is an outcome of research? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് റിസർച്ച് അപ്രോച്ചാണ് തിയറി എന്ന് പറയണത് റിസർച്ചിൻ്റെ ഒരു ഔട്ട്കം ആണെന്ന് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, ക്രോസ് സെക്ഷണൽ അപ്രോച്ച്. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ എങ്ങനെയാണ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ അനലൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്ന ആ റിസൾട്ട് നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ നമ്മൾ ഡേറ്റയിൽ നിന്ന് തിയറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡേറ്റേനെ വെച്ചിട്ടാണ് നമ്മൾ ആ റിസൾട്ടിൽ എത്തിച്ചേരുന്നത്. സോ അതുകൊണ്ട് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് നമുക്ക് തിയറി എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഔട്ട്കം ആണെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ സാമ്പിൾ ഹാസ് ബീൻ റാൻഡംലി സെലക്ടഡ് വിച്ച് എമോങ് ദ ഫോളോയിങ് മേ ബി എക്സ്പെക്റ്റഡ് ഇൻ ക്രോസ് സെക്ഷൻ റിസർച്ച് ഡിസൈൻ? അതായത് ഒരു ക്രോസ് സെക്ഷൻ റിസർച്ച് ഡിസൈനിൽ നമ്മൾ സാമ്പിൾസ് റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി, weak external validity, weak internal validity, strong internal validity. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് സ്ട്രോങ് എക്സ്റ്റേണൽ വാലിഡിറ്റി, വീക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ് വരുന്നത്. ഒരു ക്രോസ് സെക്ഷൻ റിസർച്ച് ഡിസൈനിൽ നമ്മൾ റാൻഡമലിയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ വാലിഡിറ്റിയാണ് ഉണ്ടാകുന്നത്. ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിൽ നമ്മളൊരു ഡേറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിലാണ്. അതായത് ഒരു ടൈമിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നുള്ളൂ. ക്രോസ് സെക്ഷൻ സ്റ്റഡിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിലെ മാത്രം ബിഹേവിയർ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറയത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കോസാലിറ്റി അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഇൻറ്റേർണൽ വാലിഡിറ്റി വീക്കായിട്ട് വരുന്നത്. Next question, if you want to understand theoretical reasons that led researcher to conduct a study that appeared as a research article in journal, you would read which of the following sections of the research article? അതായത് നമ്മളൊരു ജേണലിലെ ഒരു റിസർച്ച് ആർട്ടിക്കിൾ വായിക്കുകയാണ്. അപ്പം നമ്മൾ വായിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റഡി നമ്മളെ നടത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആ ഒരു തിയറിറ്റിക്കൽ റീസൺസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. അപ്പോൾ ആ തിയറിറ്റിക്കൽ റീസൺസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ റിസർച്ച് ആർട്ടിക്കിളിൻ്റെ ഏത് സെക്ഷൻ ആണ് വായിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കഷൻ, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിസൾട്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയുടെ പിന്നിലെ തിയറിറ്റിക്കൽ റീസൺസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റുഡൻസ് ടി ടെസ്റ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ? അതായത് സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പയറിംഗ് 2 ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ, കമ്പയറിംഗ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ടു സീ വെദർ ദെയർ മീൻസ് ഡിഫർ, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് 2 ഗ്രൂപ്പ്സിനെ കമ്പയർ ചെയ്യണം, അവരുടെ മീൻസ് ഡിഫറെൻ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക്. അതായത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് ഏതെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്, കൺവീനിയൻറ്റ് സാമ്പിളിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങും ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിൽ വരുന്നത്. സ്നോബോളും കൺവീനിയൻറ്റ് സാമ്പിളിങ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിലാണ് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്, ഏതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർപ്രറ്റീവ്സം, കൺസ്ട്രക്ഷനിസം, പോസിറ്റീവ്സം, ഇൻഡക്റ്റീവ്സം. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, പോസിറ്റീവ്സമാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്സമാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ക്വാണ്ടിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഇവിടെ റിയാലിറ്റി ഒബ്ജക്റ്റീവാണ്, നമുക്ക് അത് മെഷർ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പോസിറ്റീവ്സത്തിൻ്റെ അകത്ത് നമ്മളൊരു ഫിനോമിനനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എംപീരിക്കലായിട്ടുള്ളതും ഒബ്സർവബിളും ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഡേറ്റേനെ യൂസ് ചെയ്തുകൊണ്ടാണ്. അതായത് അവിടെ ഡിഡക്റ്റീവ് റീസണിങ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ജനറലൈസബിൾ ആയിട്ടുള്ള ലോസും പാറ്റേൺസും എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു സിമിലർ കോണ്ടെക്സ്റ്റിൽ നമ്മളിത് റിപ്ലിക്കേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മളിത് പിന്നെയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെയിം ഫൈൻഡിങ്സ് തന്നെയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഈ പോസിറ്റീവിസം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷനായിട്ട് നമ്മൾ കരുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെഷർ ഓഫ് ദ കൺസിസ്റ്റൻസി ഓഫ് ഒബ്സർവേഷൻ ഓഫ് എ സിംഗിൾ സിറ്റുവേഷൻ മെയ്ഡ് ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ റെഫേഴ്സ് ടു. അതായത് ഒരു സിംഗിൾ സിറ്റുവേഷൻസിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഡിഫറെൻറ്റ് പീപ്പിൾസ് മെഷർ ചെയ്ത് കഴിയുമ്പോൾ സെയിം ആയിട്ട് കിട്ടുന്നു. അപ്പോൾ അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ട് വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി, ഇൻ്റർ റേറ്റർ റിലയബിലിറ്റി. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, ഇൻ്റർ റേറ്റർ റിലയബിലിറ്റി ആണ്. ഇൻ്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിനോമിനനെ മെഷർ ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സാണ് അത് ആ ഒരു സെയിം ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഫിനോമിനനെ മെഷർ ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്, അതായത് സെയിം മെഷർമെൻ്റ് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ കൺസിസ്റ്റൻസിയാണ് മെഷർ ചെയ്യുന്നത്. അതായത് സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിനോമിനനെ ഒത്തിരി പേര് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻ്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറയുന്നത്. Next question, the approach in which the researcher used the existing data to create group for comparison is called operational, ex post facto, experimental, quasi-experimental. അതായത് റിസർച്ചർ എക്സിസ്റ്റിംഗ് ഡേറ്റേനെ നമ്മളൊരു ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് കമ്പയർ ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് റിസർച്ച് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ച് ആണ്. ഈ എക്സ് പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഒക്കൂർ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡേറ്റേനെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യത്തെ പറ്റിയാണ് പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മൾ അത് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അത് കമ്പയർ ചെയ്യാണ് പഠിക്കുന്നത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില പേരൻറ്റിങ് സ്റ്റൈലിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് ആ പേരൻറ്റിങ് സ്റ്റൈൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, അപ്പോൾ അതിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, ഒരേ പേരൻറ്റിങ് സ്റ്റൈൽ വരുന്നത്, എന്നിട്ട് നമ്മൾ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നോമിനൽ വേരിയബിൾസ്. നോമിനൽ വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജെൻഡർ, അനോയൻസ് ലെവൽ, കാസ്റ്റ്, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, എക്കണോമിക് സ്റ്റേറ്റസ്. ആൻസർ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ്, എയും സിയും ആണ്. അതായത് ജെൻഡറും കാസ്റ്റും ആണ്. അതായത് നമ്മുടെ നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നെയിമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജെൻഡർ ആണെങ്കിൽ അവിടെ നമുക്ക് മെയിൽ ഫീമെയിൽ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ സെലക്ട് ചെയ്യും. കാസ്റ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് കാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആ കാസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നമ്പർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ നെയിമിങ് ചെയ്യുകയാണ്, പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്നൊക്കെ നെയിമിങ് ചെയ്യുന്നതാണ് നോമിനൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജെൻഡറും കാസ്റ്റും മാത്രമേ ഉള്ളൂ. Next question, survey research on a single case with a view to revealing important features about its nature correspond to which of the following research design? അതായത് നമ്മൾ ഈ സർവേ റിസർച്ച് ഒരു സിംഗിൾ കേസ് മാത്രമാണ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് റിസർച്ച് ഡിസൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് സെക്ഷണൽ, ലോഞ്ചിറ്റ്യൂഡിനൽ, കേസ് സ്റ്റഡി, കമ്പാരിറ്റീവ്. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, കേസ് സ്റ്റഡിയാണ്. അതായത് കേസ് സ്റ്റഡിയിൽ നമ്മളൊരു സിംഗിൾ കേസ്, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു ബിഹേവിയറൽ പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ ആ ഒരു കേസ് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അതിനുശേഷം അതിനെപ്പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കുന്നതാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. Next question, which of the following is concerned with the question whether the measure of a concept truly represents the concept? അതായത് ഒരു കോൺസെപ്റ്റിൻ്റെ മെഷർ, അത് കൃത്യമായിട്ട് ആ കോൺസെപ്റ്റിനെ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് പേരിൽ വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റേർണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, ട്രാൻസ്ഫറബിലിറ്റി. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്, കൺസ്ട്രക്ട് വാലിഡിറ്റി ആണ്.
കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റെൻ്റ് ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടൂള് റിഫ്ലക്റ്റ് ചെയ്യുന്ന തിയററ്റിക്കൽ കൺസെപ്റ്റ് അത്രയും ആ ഒരു ലെവലിൽ തന്നെ അത് മെഷർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റാണ്. നമുക്കത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാനായിട്ടോ മെഷർ ചെയ്യാനായിട്ടോ സാധിക്കത്തില്ല. അപ്പോൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കൺസ്ട്രക്റ്റിന് അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ നമ്മൾ അതിൻ്റെ എക്സ്റ്റെൻറ്റിൽ തന്നെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനെ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സിമ്പിളി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ആ കൺസ്ട്രക്റ്റിൻ്റെ ആ എക്സ്റ്റെൻറ്റിൽ മെഷർ നമ്മൾ ചെയ്യുന്നു, ആ എക്സ്റ്റെൻറ്റിൽ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. Next question, arrange the data set with the following pairs of mean and standard direction in increasing order of their coefficient of variation. അതായത് നമുക്കിവിടെ മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടിട്ട് അത് ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ആണ്. അപ്പോൾ നമ്മളിനി ഓരോന്ന് ചെയ്യുക. അപ്പോൾ 12 divided by 50 is equal to 0.24, 10 divided by 55 is equal to 0.18, 40 divided by 60 is equal to 0.23, 50 divided by 70 is equal to 0.21. ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ 2 ആണ്, BDCA എന്ന് കിട്ടും. Next question, according to UGC regulation 2081 plagiarism, a student's registration in the PhD program will be cancelled for which of the following similarities percentage in the thesis. അതായത് UGC regulation 2008 plagiarism എന്ന് പറഞ്ഞൊരു റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു തീസിസ് നമുക്ക് എന്തൊരു സിമിലാരിറ്റി, അതായത് നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കോപ്പി ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഒരു സിമിലാരിറ്റിയുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്തൊരു ലെവലിൽ കൂടി കഴിയുമ്പോഴാണ് നമ്മുടെ PhD പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 37%, 46%, 58%, 62%, 78%. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, D and E ആണ്. അതായത് 60% മുകളിൽ സിമിലാരിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ PhD പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്യും. സോ 62%, 78% ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ടൈപ്സ് ഓഫ് വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ്, മാറ്റർ സ്റ്റാറ്റസ്, മൂവി റേറ്റിംഗ്, ലൊക്കേഷൻ ഓഫ് പ്ലേസസ് ഇൻ ലാറ്റിറ്റ്യൂഡ്, ഡിഗ്രീസ്. നമ്മൾ ഓൾറെഡി നോമിനലിൻ്റെ കേസ് പറഞ്ഞു. നോമിനലിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളവിടെ നെയിമിംഗ് ആണ്, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത്. അതായത് ഗേൾ ആണോ ബോയ് ആണോ എന്നൊക്കെ നോക്കും. അപ്പം ഇവിടെ മാരിറ്റൽ സ്റ്റേറ്റസ്, കല്യാണം കഴിഞ്ഞതാണോ അല്ലയോ ആണോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ നോക്കുന്നുള്ളൂ. സോ A is equal to 2 എന്ന് കിട്ടും. ഇനി B is equal to എന്തെന്ന് കിട്ടും, മൂവി റേറ്റിംഗ്, ഓർഡിനൽ. അതായത് നമ്മളിവിടെ ഒരു റാങ്കിങ് കൊടുക്കുകയാണ് ഓർഡിനലിൽ ചെയ്യുന്നത്. ഇൻ്റർവെൽ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇൻ്റർവെൽ ലൊക്കേഷൻ ഓഫ് പ്ലേസസ് ഇൻ ലാറ്റിറ്റ്യൂഡ്, ഡിഗ്രീസ്, അവിടെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. റേഷ്യോയിൽ ഏതാണ് വരുന്നത്, ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. റേഷ്യോയിൽ ഡിസ്റ്റൻസ് വരുമ്പോഴാണ് 0 to 1 2 3 എന്നുള്ളത് വരുന്നത്. ഇൻ്റർവെല്ലിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഡിഗ്രീസ് കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ 0 പോയിൻ്റ് വരുന്നില്ല, അത് ഇല്ല എന്നൊരു ഇത് കാണിക്കുന്നില്ല. പക്ഷേ ഡിസ്റ്റൻസിൽ നമുക്ക് ഇല്ല വെച്ചാൽ 0 ഡിസ്റ്റൻസ് നമുക്ക്, അതായത് ഡിസ്റ്റൻസ് അവിടെ വരുന്നില്ല എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച്, പോസിറ്റീവിസം, ഒബ്ജക്റ്റീവിസം. ഏതാണ്? ഇൻഡക്റ്റീവ് അപ്രോച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതായത് നമ്മൾ ഡേറ്റ ആദ്യം സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡേറ്റയിൽ നിന്നാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചുമായിട്ടാണ്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ തിയറീസ് ജനറേറ്റ് ചെയ്യുന്നതിലും ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ ഡേറ്റ കളക്ഷൻ നടത്തുന്നു, അതിനുശേഷം അനാലിസിസ് നടത്തുന്നു, അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ തിയറീസ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ മറ്റ് മെത്തേഡ്സിലൂടെ ഒക്കെ നമ്മൾ ഡേറ്റ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് തിയറീസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു എക്സ്പ്ലോറേറ്ററി നേച്ചറാണ്.
Next question, qualitative content analysis of documents relating to different time periods correspond to which of the following research design? അതായത് നമ്മൾ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടൈം പീരീഡിലെ ആ ഒരു കണ്ടൻറ്റാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് റിസർച്ച് ഡിസൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് സെക്ഷണൽ, ലോഞ്ചിറ്റ്യൂഡിൽ, കേസ് സ്റ്റഡി, കമ്പാരിറ്റീവ്. ഏതാണ്? ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. ലോഞ്ചിറ്റ്യൂഡിലാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈം പീരീഡ്സിലെ ഡേറ്റ എടുത്തിട്ട് അത് അനലൈസ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് ഡിസൈനിലാണ്. Next question, arrange the data sets which the following pairs of mean and standard deviation in increasing order of their coefficient of variation. അതായത് നമുക്ക് മീനും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പം CV = SD/M ആണ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ആണ്. 9/25 ചെയ്യുമ്പോൾ നമുക്ക് 0.36 എന്ന് കിട്ടും. 12/40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.3 കിട്ടും. 10/30 ചെയ്യുമ്പോൾ 0.33 എന്ന് കിട്ടും. 11/35 ചെയ്യുമ്പോൾ 0.31 എന്ന് കിട്ടും. അപ്പം BDCA ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. Next question, according to UGC regulation of 2008 on plagiarism, a student will have to submit a revised thesis for which of the following similarities of thesis. അതായത് പ്ലേജറിസത്തിൻ്റെ UGC റെഗുലേഷൻ 2008 അനുസരിച്ച് നമ്മുടെ ഒരു തീസിസിന് സിമിലാരിറ്റി കണ്ടു എന്ന് വയ്ക്കുക. അതായത് വേറൊരു തീസുമായിട്ട് അല്ലെങ്കിൽ വേറൊരു കണ്ടൻറ്റുകളുമായിട്ട് സിമിലാരിറ്റി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജിന് മുകളിൽ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ തീസിസ് റിവൈസ് ചെയ്തിട്ട് പിന്നെ വെക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12%, 27%, 46%, 66%, 70%. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. 12%, 27%, 46% എന്നിന് മുകളിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ തീസിസ് പിന്നെ റിവൈസ് ചെയ്തിട്ട് വെക്കേണ്ടത്. ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് ഏകദേശം ആ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് ടൈപ്പ് ഓഫ് വേരിയബിൾസ്, നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 എക്സാമ്പിൾസ് ആണ്. ആങ്കർ ലെവൽ, ക്രോപ്പ് ഈൽഡ്, ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതായത് നോമിനൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ്. അതായത് ഏത് ഫോറസ്റ്റുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് നെയിമിംഗ് ആണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർഡിനൽ എന്ന് പറയുമ്പോൾ ഒരു ഓർഡറാണ്, അപ്പോൾ ആങ്കർ ലെവലും. ഇൻ്റർവെല്ലിൽ ഏതാണ് വരുന്നത്? ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. ആൻഡ് റേഷ്യോയിൽ വരുന്ന ക്രോപ്പ് ഈൽഡുമാണ്. Next question, a researcher decided to tell participants something false about a research session in order to mislead them. The researcher is using, അതായത് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് റിസർച്ച് സെഷനിൽ റിസർച്ചർ കള്ളം പറയുവാണ്. അപ്പോൾ അത് ഇവിടെ റിസർച്ചർ എന്ത് കാര്യമാണ് യൂസ് ചെയ്യുന്നത്? ഈ കള്ളം പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, റോൾ പ്ലേയിങ്, ആക്റ്റീവ് ഡിസെപ്ഷൻ, ഡിഹോസിങ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ആക്റ്റീവ് ഡിസെപ്ഷൻ ആണ്. ആക്റ്റീവ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർ പാർട്ടിസിപ്പൻസിനെ മിസ്ലീഡ് ചെയ്യും, അതായത് അവരെ വെച്ചാൽ ഇൻറ്റൻഷനലി ആയിട്ട് തന്നെ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ എടുക്കുന്ന ആ ഒരു സ്റ്റഡിയുടെ ട്രൂ പർപ്പസ് അല്ലെങ്കിൽ നേച്ചർ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് റിസർച്ച് ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടാണ്. അതായത് ആ ഒരു പാർട്ടിസിപ്പൻസ് അവരുടെ ആ ഒരു ബിഹേവിയർ ഓൾട്ടർ ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നതാണ് ഇങ്ങനെ. ശരിക്കും ഇതൊരു അൺഎത്തിക്കലാണ്. നമുക്കൊരു റയർ സർക്കംസ്റ്റൻസിൽ സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമൊക്കെയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അതങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അതായത് ഇപ്പം നമ്മുടെ ആ ഒരു റിസർച്ചിൻ്റെ ട്രൂ പർപ്പസ് അവർ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതനുസരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടിയെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ റിസർച്ച് റിലേറ്റ്സ് മെയിൻലി ടു ദ ഇഷ്യൂസ് ഓഫ് കോസാലിറ്റി. കോസാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇഷ്യൂ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫറബിലിറ്റി, മെഷർമെൻറ്റ് വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി. നമ്മൾ ഓൾറെഡി ഈ ഒരു സമ്മർ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ്? ഇൻറ്റേർണൽ വാലിഡിറ്റിയാണ്. എന്താണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
സ്റ്റഡിയിലായാലും റിസൾട്ടിൽ നമുക്കൊരു കോസലായിട്ട് റിലേഷൻഷിപ്പ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റിനാണ് നമ്മൾ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മറ്റ് ഫാക്ടേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്ന എക്സ്റ്റെൻറ്റിനാണ് നമ്മൾ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. Next question, arrange the data sets with the following pairs of mean and standard deviation in increasing order of their coefficient of variation. നമുക്ക് മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. നമ്മളിനി കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടെത്തിയിട്ട് അത് ഇൻക്രീസിങ് ഓർഡറിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So CV is equal to CD by M, 1.7 by 8 is equal to 0.212 എന്ന് കിട്ടും. 2.2 divided by 11 is equal to 0.2 എന്ന് കിട്ടും. 3.6 divided by 50 is equal to 0.24 എന്ന് കിട്ടും. 3 by 60 is equal to 0.18 എന്ന് കിട്ടും. സോ ഇൻക്രീസിങ് ഓർഡറിലാക്കി കഴിയുമ്പോൾ DBAC എന്ന് പറയും. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. Next question, according to UGC regulation 2008 on plagiarism, which of the following similarities constitute level 1 plagiarism? അതായത് പ്ലേജറിസത്തിൻ്റെ UGC regulation 2008 അനുസരിച്ച് ഏത് സിമിലാരിറ്റീസ്, അതായത് എത്ര പെർസെൻറ്റേജ് ആ അളവിൽ വരുന്ന സിമിലാരിറ്റീസാണ് ലെവൽ 1 പ്ലേജറിസത്തിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12%, 42%, 28%, 56%, 37%. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് 12%, 28%, 37%. ഇതാണ് ലെവൽ 1 പ്ലേജറിസത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. ലെവൽ 1ലെ സിമിലാരിറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% മുതൽ 40%, അതായത് 10% തൊട്ട് 40% ഇടയിൽ വരുന്നതാണ് ലെവൽ 1 പ്ലേജറിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ. ലിസ്റ്റ് 2ൽ എക്സാമ്പിൾസ് ആണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ, വെയിറ്റ്, എത്തനിസിറ്റി, ഇയർ ഓഫ് ഡെത്ത് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ 4 ആണ്. അതായത് നോമിനൽ, എത്തനിസിറ്റി. നമ്മുടെ എത്തനിസിറ്റി ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയിമിംഗ് ആണല്ലോ വരുന്നത്. പിന്നെ ഓർഡിനൽ, ഓർഡർ അനുസരിച്ച് സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത്. ഇൻ്റർവൽ ഏതാണ്? ഇയർ ഓഫ് ഡെത്തും. റേഷ്യോ എന്ന് പറയുന്നത് വെയിറ്റും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ടെല്ലിംഗ് റിസർച്ച് പാർട്ടിസിപ്പൻസ് ഓഫ് എനി ഡിസെപ്ഷൻ ഓർ റിസർച്ച് യൂസ്ഡ് ഇൻ എ സ്റ്റഡീസ് നോൺ ആസ്. അതായത് നമ്മൾ റിസർച്ച് പാർട്ടിസിപ്പൻസിനോട് നമ്മൾ പറയുവാണ് നമ്മുടെ ആ ഒരു സ്റ്റഡിയിൽ നമ്മൾ ഉപയോഗിച്ച ഡിസെപ്ഷനെ പറ്റി അല്ലെങ്കിൽ റെസസിനെ പറ്റിയൊക്കെ നമ്മൾ അവരോട് പറയുക. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ഡിസെപ്ഷൻ, പാസീവ് ഡിസെപ്ഷൻ, ഡിഹോസിങ്, ഡീസെൻസിറ്റൈസേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഡിഹോസിങ് ആണ്. ഡിഹോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പൻസിനെ ഡീബ്രീഫിങ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് അവരോട് നമ്മുടെ സ്റ്റഡിയുടെ ട്രൂ നേച്ചർ ഇതാണ്, നമ്മളിവിടെ കാണിച്ച ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നമ്മൾ അവരോട് പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ ഹാമിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യാനും എന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് നമുക്ക് നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പൻസിൻ്റെ വെൽബീയിങ് ഇവിടെ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിൻ്റെ ഓട്ടോണോമീനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Next question, in qualitative research, which of the following criteria is concerned with the question dash do the findings apply to other context? അത് നമ്മുടെ ഫൈൻഡിങ്സ് മറ്റ് കോണ്ടെക്സ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്രൈറ്റീരിയ അതിനെന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫറബിലിറ്റി, ക്രെഡിബിലിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, കൺഫേമബിലിറ്റി. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, ട്രാൻസ്ഫറബിലിറ്റിയാണ്. നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സുകൾ മറ്റൊരു കോണ്ടെക്സ്റ്റിലോട്ട്, സെറ്റിങ്സിലോട്ട് അല്ലെങ്കിൽ പോപ്പുലേഷനിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിഗ്രിക്കാണ് നമ്മൾ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. Next question, arrange the data sets with the following pairs of mean and standard deviation in increasing order of their coefficient of variation. അത് നമുക്കിവിടെ ഒരു മീനും തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് വേരിയേഷൻ തന്നിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടിട്ട് അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CV അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ എന്നുള്ളതാണ്. അപ്പോൾ 2.8 ഡിവൈഡ് ബൈ 1.4 is equal to 0.20. 1.5 divided by 9 is equal to 0.166. 2.1 divided by 12 is equal to 0.17. 1.2 divided by 8 is equal to 0.15 എന്ന് കിട്ടും. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം
0.15 D, അതിനുശേഷം B 0.16, then C 0.17, ലാസ്റ്റ് A 0.20. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. Next question. According to UGC Regulation 2008 on plagiarism, a faculty will be denied 2 successive annual increment for which of the following similarities in research publications? അതായത് റിസർച്ച് പബ്ലിക്കേഷനിൽ സിമിലാരിറ്റീസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ 2 ആനുവൽ ഇൻക്രിമെൻറ്റ്സ് ഡിനൈ ചെയ്യും. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജിന് മുകളിൽ സിമിലാരിറ്റി വന്നു കഴിയുമ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് UGCയുടെ പ്ലേജറിസം ആക്ടിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 42%, 58%, 76%, 62%, 52%. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അതായത് 62%, അതുപോലെ തന്നെ 76%-ന് മുകളിൽ സിമിലാരിറ്റീസ് വന്നു കഴിയുമ്പോഴാണ് 2 ആനുവൽ ഇൻക്രിമെൻറ്റ് ഡിനൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 കൂടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 എക്സാമ്പിൾസ് നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഹാപ്പിനെസ് ലെവൽ, ഹൈറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, ഇയർ ഓഫ് ഡെത്ത് എന്നിവയാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് നോമിനൽ, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണല്ലോ നമ്മൾ എഴുതുന്നത്, പോസിറ്റീവ് ഓ നെഗറ്റീവ്. അപ്പം നെയിമിംഗ് ആണ് അവിടെ വരുന്നത്, ഓർഡറിൽ, അതായത് ഓർഡർ ആക്കുവാണ്. അപ്പം ഏതാണ് വരുന്നത്? ഹാപ്പിനെസ് ലെവൽ. പിന്നെ ഇൻ്റർവെൽ വരുന്ന ഇയർ ഓഫ് ബർത്ത് അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ റേഷ്യോയിൽ വരുന്ന ഹൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ ടു ദ റോൾ ഓഫ് തിയറി ഇൻ റിലേഷൻ ടു റിസർച്ച് ഇസ് ഡിഡക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് സ്ട്രാറ്റജീസ്? അതായത് നമ്മുടെ തിയറി, റോൾ ഓഫ് തിയറി ഡിഡക്റ്റീവ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഏത് റിസർച്ച് സ്ട്രാറ്റജിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ഇൻഡക്റ്റീവ്, കൺസ്ട്രക്റ്റീവ്. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 1 ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഡിഡക്റ്റീവാണ്. അതായത് ഇവിടെ ഒരു റിസർച്ച് ബിഗിൻ ചെയ്യുന്ന ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തീസിസ് വെച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, അത് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ന്യൂമറിക്കൽ ഡേറ്റയിലും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലാണ് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഒബ്സർവേഷൻസും ടെസ്റ്റ് പ്രഡിക്ഷൻസും നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡിഡക്റ്റീവ് റിസർച്ച് പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷനായിട്ട് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ്. ഇത്രയേ ഉള്ളൂ. ഡിഡക്റ്റീവ് റിസർച്ചിൽ നമുക്ക് ഓൾറെഡി ഒരു തിയറി ഉണ്ട്. അപ്പം നമ്മൾ അതിനുശേഷം ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഹൈപ്പോത്തീസിസിനെ വെച്ചിട്ട് അത് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ റിസൾട്ടിൽ എത്തുകയാണ് ചെയ്യുന്നത്. സോ അവിടെ തിയറിയിൽ നിന്നാണ് നമ്മൾ റിസൾട്ടിലോട്ട് പോകുന്നത്. അതായത് അവിടെ ജനറലിൽ നിന്ന് നമ്മൾ സ്പെസിഫിക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വാലിഡിറ്റി ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഇഷ്യൂ ഓഫ് കോസാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന വാലിഡിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ് വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, എക്കോളജിക്കൽ വാലിഡിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 3 ആണ്, ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ് വരുന്നത്. In the APS style of writing journal article of reference, identify the correct order of the following information about the research article. അതായത് നമുക്ക് ഒരു APA മോഡൽ അനുസരിച്ച് ഒരു ജേണലിലെ ആർട്ടിക്കിളിൻ്റെ റെഫറൻസ് എഴുതണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ഓഫ് ദ ആർട്ടിക്കിൾ, ലാസ്റ്റ് നെയിം ഓഫ് ദ ഓതർ, പേജ് നമ്പർ, നെയിം ഓഫ് ജേണൽ എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഏതാണ് വരുന്നത്? ആദ്യം വരുന്നത് ലാസ്റ്റ് നെയിം ഓഫ് ദ ഓതർ ആണ്. അതിനുശേഷം പിന്നീട് വരുന്ന എന്താണ്? നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ, അതിനുശേഷം നെയിം ഓഫ് ജേണൽ, പിന്നീട് പേജ് നമ്പർ ആണ് വരുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. Next question. In the context of medical research, a comparison group that receives what appears to be a treatment but which actually has no effect is called. അതായത് ഒരു മെഡിക്കൽ റിസർച്ചിൽ നമ്മുടെ കമ്പാരിസൺ ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു, പക്ഷേ അവിടെ ഒരു എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, കൺട്രോൾ ഗ്രൂപ്പ്, പ്ലസിബോ ഗ്രൂപ്പ്, ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്, പ്ലസിബോ ഗ്രൂപ്പാണ്. അതായത് ഈ പ്ലസിബോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പാണ്. അവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ടെസ്റ്റ് ചെയ്യുന്ന അവർക്ക് കൊടുക്കുന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ ലഭിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അതിൻ്റെ അകത്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇല്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് അവർക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അത് ഈ പ്ലേസിബോ ഗ്രൂപ്പിൽ ഒരു എക്സാമ്പിളായിട്ട് വരുന്നു. വെച്ചാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലം കൊണ്ട് മാത്രമല്ല, പക്ഷെ അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിൻ്റെയും കൂടെ രീതിയിൽ അവർക്ക് വരുന്ന ഒരു മാറ്റമാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. Next question. The numerator and denominator degree of freedom are used in the computation of which of the following test statistics? അതായത് ഒരു ഫ്രാക്ഷൻ്റെ
ന്യൂമറേറ്ററും അതുപോലെ ഡിനോമിനേറ്റർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കമ്പ്യൂട്ടേഷനിൽ ഉപയോഗിക്കുന്ന ഏത് സ്റ്റാറ്റിസ്റ്റിക്സിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസഡ്, കൈ സ്ക്വയർ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, എഫ് ടെസ്റ്റ് ആണ്. എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്, അതായത് 2 വേരിയൻറ്റ് എസ്റ്റിമേറ്റിൻ്റെ റേഷ്യോയ്ക്കാണ് നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ്സിലെ വേരിയൻസും, അതായത് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ വിതിൻ ഗ്രൂപ്പ്സും തമ്മിലുള്ള ആ ഒരു വേരിയൻസ് കമ്പയർ ചെയ്യാനാണ്. ഈ അനോവയുടെ കീ കമ്പോണൻ്റ് ആണ് എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസർച്ച് ഡിസൈൻ വുഡ് അലോ സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് എക്സ്ട്രേനിയസ് വേരിയബിൾ അതർ ദാൻ ദോസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് റിസർച്ച് ഡിസൈനിലാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എലിമിനേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, കോറിലേഷൻ റിസർച്ച്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 4 ആണ്, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിലാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. എക്സ്ട്രേനിയസ് വേരിയബിളിനെയൊക്കെ എലിമിനേറ്റ് ചെയ്താലാണല്ലോ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിലാണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാണ്ട് നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റൽ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറിനാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യാനോ മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷേങ്കിൽ അത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രേനിയസ് വേരിയബിൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്, ജെൻഡർ, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, പ്രയർ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ളതൊക്കെ ഒരു എന്താ പറയുക എക്സ്ട്രേനിയസ് വേരിയബിളിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following research design are likely to suffer from the problem of sample attrition? സാമ്പിൾ അട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തെ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോബ്ലം വരുന്ന റിസർച്ച് ഡിസൈൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസ്, പാനൽ സ്റ്റഡീസ്, കൊഹോർട്ട് സ്റ്റഡീസ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ലോഞ്ചിറ്റ്യൂണൽ സ്റ്റഡീസും പാനൽ സ്റ്റഡീസും കൊഹോർട്ട് സ്റ്റഡീസിലുമാണ് സാമ്പിൾ അട്രീഷൻ പ്രോബ്ലം വരുന്നത്. സാമ്പിൾ അട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പാർട്ടിസിപ്പൻസിനെ നമ്മുടെ സാമ്പിളിനെ നമുക്ക് നഷ്ടമാവുന്നതിനാണ് നമ്മൾ ഈ സാമ്പിൾ അട്രീഷൻ എന്ന് പറയുന്നത്. ഈ ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡീസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് സാമ്പിൾസിനൊക്കെ നഷ്ടമാകാറുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ ഒരു സാമ്പിൾ അട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാനൽ സ്റ്റഡിക്ക് നമ്മൾ ഓൾറെഡി ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി എന്ന് പറയാറുണ്ട്. സെയിം ഇത് തന്നെയാണ് വരുന്നത്. നമ്മളൊരു കുറച്ച് ടൈമിലോട്ട് അവരെ പഠിക്കുന്നതാണ് ചെയ്യുന്നത്. ഈ കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുന്നതും ഒരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. അത് നമ്മൾ കുറേ നാളത്തേക്ക് ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ പഠിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതായത് ഒരു എന്താ പറയുന്ന ഒരു സ്പെസിഫിക് ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്കമ്മിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസീസിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി ഉപയോഗിക്കുന്നത്. ഈ കൊഹോർട്ട് സ്റ്റഡിയും പാനൽ സ്റ്റഡിയും ഒക്കെ ഒരു ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി തന്നെയായിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ കുറേ നാളത്തേക്ക് ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറേ നാൾ എടുക്കുമ്പോഴേക്കും പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു സാമ്പിൾസ്, നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൊഴിഞ്ഞു പോകാറുണ്ടല്ലോ. അതാണ് ഈ സാമ്പിൾ അട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് വരുമ്പോൾ ഒരു ഫിക്സഡ് ടൈമിൽ മാത്രമല്ല നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ലഭിക്കും. Next question, when the characteristics like age, sex or race of the researcher affect the behavior of a participants in a study, it refers to. അതായത് ഏജ്, സെക്സ്, റേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ നമ്മുടെ സ്റ്റഡീനെ അഫക്റ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോ സോഷ്യൽ എഫക്റ്റ്, സൈക്കോളജിക്കൽ എഫക്റ്റ്, ഹൗത്രോൺ എഫക്റ്റ്, ഇവാലുവേഷൻ അപ്രഹെൻഷൻ. അതായത് ഏജ്, സെക്സ്, റേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബയോ സോഷ്യൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ബയോ സോഷ്യൽ എഫക്റ്റാണ് ഈ ഏജ്, സെക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റഡീനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓർഡിനൽ വേരിയബിൾസ്. ഓർഡിനൽ വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റാങ്ക് ഓഫ് ആർമി പേഴ്സണൽസ്, റിലീജിയൻ, കാസ്റ്റ്, അനോയൻസ് ലെവൽ, ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതായത് നമ്മുടെ റാങ്ക് ഓഫ് ആർമി പേഴ്സണലും അതുപോലെ തന്നെ അനോയൻസ് ലെവലുമാണ്. അതായത് ഓർഡിനൽ വേരിയബിളിൽ നമ്മളൊരു ഓർഡർ, അതായത് റാങ്കിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർമി പേഴ്സണലിൻ്റെ റാങ്കിങ്ങും അതുപോലെ തന്നെ അനോയൻസ് ലെവലുമാണ് ഓർഡിനൽ വേരിയബിൾസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. Next question, in a situation where researchers want to test whether the population mean is lower than some hypothesized value, the researcher would employ. അതായത് ഒരു സിറ്റുവേഷനിൽ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ്ഡ് വാല്യൂവിനേക്കാൾ ലോവർ ആണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് നടത്തുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇസഡ് ടെയിൽ ടെസ്റ്റ്, ലെഫ്റ്റ് ടെയിൽഡ് ടെസ്റ്റ്, റൈറ്റ് ടെയിൽഡ് ടെസ്റ്റ്,
എഫ് ടെസ്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്. അതായത് പോപ്പുലേഷൻ മീൻ ഹൈപ്പോത്തിസിസ്ഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്. വൺ ടൈൽഡ് ടെസ്റ്റിനാണ് നമ്മൾ ഡയറക്ഷണൽ ടെസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the most appropriate for measuring the strength and direction of association between two ഇൻ്റർവൽ ഓർ റേഷ്യോ വേരിയബിൾസ്? അതായത് രണ്ട് വേരിയബിൾസിൻ്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും നമ്മൾ ആ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അപ്പം ആ ഒരു സ്ട്രെങ്ത്തും ഡയറക്ഷനും ഒക്കെ മനസ്സിലാക്കാനായിട്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പിയർമാൻസ് റോ, പിയേഴ്സൺസ് ആർ, ഫൈ, ഈറ്റ. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, പിയേഴ്സൺസ് ആർ ആണ്. രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിൻ്റെ ലീനിയർ റിലേഷൻഷിപ്പ് ആ ഒരു സ്ട്രെങ്ത്തും ഡയറക്ഷനും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ വുഡ് ബി യൂസ്ഫുൾ ഫോർ ഷോയിങ് ട്രെൻഡ്സ്? അതായത് ട്രെൻഡ്സ് കാണിക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, ബോക്സ് പ്ലാൻസ്, പൈ ചാർട്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, ലൈൻ ചാർട്ടാണ്. ലൈൻ ചാർട്ട് അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളൊരു ഈ കണക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ലൈൻ ചാർട്ട് അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ട്രെൻഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് വരുന്ന ചേഞ്ചസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈസിലി ഹെൽപ്പ് ചെയ്യും. അതായത് ലൈനാണ് പോകുന്നത്. അപ്പം കൂടുവാണെങ്കിൽ നമ്മൾ മുകളിലോട്ടും കുറയുവാണെങ്കിൽ താഴോട്ടും, അപ്പം നമുക്ക് അവിടെ വരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മെയിൻ പ്രീ ഒക്കുപ്പേഷൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രീ ഒക്കുപ്പേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറലൈസേഷൻ, ഡിസ്ക്രിപ്ഷൻ, എംബസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, ഡിസ്ക്രിപ്ഷൻ, എംബസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി എന്നിവയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റി അതായത് കാറ്റസിക്സ് ആണ് ഇവിടെ പറയുന്നത്, ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം, അവിടെ കോണ്ടെക്സ്റ്റിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളുമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. കോവേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റ്സ് ആർ ഗിവൺ. എസ്റ്റിമേറ്റ് ദ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആൻഡ് അറേഞ്ച് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അതായത് നമുക്ക് ഇവിടെ കോവേരിയൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ സെറ്റും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമുക്ക് കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. കോവേരിയൻസ് XY ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ X ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Y എന്നുള്ളതാണ് ആ ഒരു ഫോർമുല. എന്നിട്ട് ഇത് നമ്മൾ നേരിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. സോ A is equal to 38 divided by 8 into 7 is equal to 0.57 എന്ന് കിട്ടും. B is equal to 36 divided by 12 into 5 is equal to 0.6 എന്ന് കിട്ടും. C is equal to 35 divided by 7 into 8 is equal to 0.62 എന്ന് കിട്ടും. D is equal to 39 divided by 6 into 30 is equal to 0.5 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി. അപ്പം D A B C എന്ന് നമുക്ക് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് TSSും അതുപോലെ തന്നെ RSSൻ്റെ വാല്യൂസാണ് തന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് 2 R² ഓഫ് റിഗ്രഷൻ മോഡലാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് R² എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, ആൻസർ തന്നിട്ടുണ്ട്. നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർത്താൽ മതി. സോ R² കാണാനുള്ള ഫോർമുല ഇവിടെ 1 മൈനസ് RSS ഡിവൈഡ് ബൈ TSS എന്നുള്ളതാണ്. So 1 minus 25 divided by 60 is equal to 0.58. 1 minus 35 divided by 75 is equal to 0.53. C is equal to 1 minus 30 divided by 70 is equal to 0.57. D is equal to 1 minus 40 divided by 75 is equal to 0.46 എന്ന് വരും. അപ്പം ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് A4, B3, C2, D1. Next question, according to UGC regulation 2081 plagiarism, which of the following percentage of similarity in a research article would result in debarring a university teacher from supervising a PhD student for a period of 2 years? അതായത്
2018 പ്ലേജറിസത്തിൻ്റെ UGC റെഗുലേഷൻ അനുസരിച്ചിട്ട് എത്ര പെർസെൻറ്റേജ് സിമിലാരിറ്റിയാണ്, അതായത് നമ്മുടെ റിസർച്ച് ആർട്ടിക്കിൾ ആയിട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ റിസർച്ച് ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കും തീസിസും മറ്റ് ആ ഒരു വർക്കുകളും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി എത്ര പെർസെൻറ്റേജിന് മുകളിൽ വന്നു കഴിയുമ്പോഴാണ് ആ യൂണിവേഴ്സിറ്റി ടീച്ചറിനെ, അതായത് നമ്മുടെ ഗൈഡിനെ ആ 2 വർഷത്തേക്ക് കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ചാർജിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 27%, 38%, 44%, 65%. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, 44% ആണ്. 40 മുതൽ 60 വരെ പെർസെൻറ്റേജ് ഓഫ് സിമിലാരിറ്റി വന്നു കഴിയുമ്പോഴാണ് ടീച്ചറിനെ, അതായത് നമ്മുടെ ഗൈഡിനെ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യാനുള്ള അതിൽ നിന്ന് ഡീബാർ ചെയ്യുന്ന 2 വർഷത്തേക്ക്. അതോടൊപ്പം തന്നെ മാനുസ്ക്രിപ്റ്റ് വിഡ്രോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആനുവൽ ഇൻക്രിമെൻറ്റും കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ലെവൽ 2 പ്ലേജറിസത്തിലാണ് വരുന്നത്. Next question, which of the following method of graphical representation of data would be useful in showing association between two variables? അതായത് 2 വേരിയബിൾസിൻ്റെ അസോസിയേഷൻ കാണിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒജൈവ്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, സ്കാറ്റർ പ്ലോട്ട്സ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, സ്കാറ്റർ പ്ലോട്ട്സ് ആണ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ടാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ നമുക്ക് കോറിലേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് കോറിലേഷനാണോ അതുപോലെ നെഗറ്റീവ് കോറിലേഷനാണോ എന്ന് മനസ്സിലാക്കാനും ഈ സ്കാറ്റർ പ്ലോട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ത്രെഡ്സ് ടു ഇൻറ്റേർണൽ വാലിഡിറ്റി. ഇൻറ്റേർണൽ വാലിഡിറ്റി സംഭവിക്കാനുള്ള ത്രെഡ്സ് കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ഷൻ ത്രെഡ്, മച്ചുറേഷൻ ത്രെഡ്, അട്രീഷൻ ത്രെഡ്, ടെസ്റ്റിംഗ് ത്രെഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ഇത് 4 ഇൻറ്റേർണൽ വാലിഡിറ്റിയുടെ ത്രെഡ്സുകളാണ്. ഇൻറ്റേർണൽ വാലിഡിറ്റി അസസ് ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ മാനിപ്പുലേഷൻ കൊണ്ടാണ് എന്നുള്ളതാണ്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ മാനിപ്പുലേഷൻ കൊണ്ടായിരിക്കണം, അല്ലാണ്ട് മറ്റ് ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാകരുത് എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് വാലിഡിറ്റി അസസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ത്രെഡ്സുകളായിട്ട് വരുന്ന സെലക്ഷൻ ത്രെഡ്, മച്ചുറേഷൻ ത്രെഡ്, അട്രീഷൻ ത്രെഡ്, ടെസ്റ്റിംഗ് ത്രെഡ്, ഹിസ്റ്ററി എന്നിവയൊക്കെയാണ്. സെലക്ഷൻ ത്രെഡ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി 2 ഗ്രൂപ്പ്സായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ റാൻഡമലി സെലക്ട് ചെയ്യണം പാർട്ടിസിപ്പൻസിനെ, അല്ലാണ്ട് അവരെ അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പ് ആക്കുകയല്ല ചെയ്യേണ്ടത്. റാൻഡമലി സെലക്ട് ചെയ്തിട്ട് അവരിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വരുന്നതാണ് സെലക്ഷൻ ത്രെഡ് എന്ന് പറയുന്നത്. മച്ചുറേഷൻ ത്രെഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതായത് ടൈം നീണ്ടു പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടൈം മാറുന്നതനുസരിച്ച് പാർട്ടിസിപ്പൻറ്റ് മച്ചുവർ ആകുമ്പം അവർക്ക് വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അതായത് ഓൾഡർ ആവുന്നത്, എക്സ്പീരിയൻസ്ഡ് ആവുന്നത്, അപ്പോൾ ഗ്രോത്ത് ഒക്കെ സംഭവിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ റിസൾട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് മച്ചുറേഷൻ ത്രെഡ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പൻറ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്ന ത്രെഡാണ് അട്രീഷൻ ത്രെഡ് എന്ന് പറയുന്നത്. പ്രീ പോസ്റ്റ് ടെസ്റ്റിൽ വരുന്ന ആ ഒരു ത്രെഡുകളാണ് ടെസ്റ്റിംഗ് ത്രെഡുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോസ്റ്റ് ടെസ്റ്റ് റിസൾട്ട്സൊക്കെ പ്രീ ടെസ്റ്റ് കണ്ടീഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നതാണ് ഈ ടെസ്റ്റിംഗ് ത്രെഡുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഡേറ്റ സെറ്റ്സ് വിത്ത് ദ ഫോളോയിങ് മീൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. നമ്മൾ മുമ്പ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട്, നമ്മളോട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചിട്ട് അത് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CV = SD/M 4.3 / 30.8 = 0.311, B = 3.8 / 12.7 = 0.299, C = 5.7 / 40.9 = 0.38, D = 40.7 / 40.1 = 0.33. അപ്പോൾ നമ്മൾ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ CDAB എന്നിങ്ങനെ വരും. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ. ലിസ്റ്റ് 2 എക്സാമ്പിൾസ്: ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, ടൈം ഓഫ് ഡേ, കാസ്റ്റ്, റാങ്ക് ഓഫ് ആർമി പേഴ്സണൽ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് നോമിനൽ കാസ്റ്റ് വരും, നെയിമിംഗ് ആണല്ലോ, നമ്മൾ ഏത് കാസ്റ്റാണ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓർഡിനൽ അവിടെ ഒരു റാങ്കിങ് ആണ് വരുന്നത്, അപ്പോൾ റാങ്ക് ഓഫ് ആർമി പേഴ്സണൽ. ഇൻ്റർവെൽ അവിടെ 0 പോയിൻ്റ് വരില്ല, അപ്പോൾ ടൈം ഓഫ് ഡേ. റേഷ്യോയിൽ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്.
Next question. According to UGC Regulation 2081 plagiarism, which of the following percentage of similarities in a research article would result in denial of 1 annual increment to a university teacher? അതായത് പ്ലേജറിസത്തിൻ്റെ 2018 UGC റെഗുലേഷൻ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് സിമിലാരിറ്റി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ടീച്ചറിൻ്റെ ആനുവൽ ഇൻക്രിമെൻറ്റ് ഡിനേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 62%, 34%, 48%, 80%. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, 48% ആണ്. 40 മുതൽ 60% വരെ സിമിലാരിറ്റി വന്നു കഴിയും. അതായത് എക്സിസ്റ്റിംഗ് വർക്കുമായിട്ട് 40 മുതൽ 60% വരെ സിമിലാരിറ്റി വന്നു കഴിയുമ്പോഴാണ് യൂണിവേഴ്സിറ്റി ടീച്ചറിൻ്റെ ആനുവൽ ഇൻക്രിമെൻറ്റ് ഡിനേ ചെയ്യുന്നത്. ഇത് ലെവൽ 3 പ്ലേജറിസത്തിലാണ് വരുന്നത്. അതായത് നമ്മുടെ മാനുസ്ക്രിപ്റ്റ് വിഡ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ ഒരു ആനുവൽ ഇൻക്രിമെൻറ്റും ഇവിടെ ഡിനേ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് ലൈക്ലി ടു ഹാവ് മാക്സിമം ബയസ്? അതായത് മാക്സിമം ബയസ് വരുന്ന സാമ്പിളിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്, സ്നോബോൾ സാമ്പിളിംഗ് ആണ്. അതായത് സ്നോബോൾ സാമ്പിളിങ്ങിലാണ് മാക്സിമം ബയസ് വരുന്നത്. സിമ്പിളും സ്ട്രാറ്റയും ഒക്കെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലാണ് വരുന്നത്. സ്നോബോൾ സാമ്പിളിംഗ് എങ്ങനെയാണ്? നമ്മൾ നമുക്കിപ്പോൾ ഒരാളെ അറിയാമെങ്കിൽ അയാൾ നമുക്ക് വേറൊരാളെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സാമ്പിളിൻ്റെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല അത് വരുന്നത്. സോ അതുകൊണ്ടാണ് അതിൻ്റെ അത് മാക്സിമം ബയസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ത്രെഡ്സ് ടു ഇൻറ്റേർണൽ വാലിഡിറ്റി അസോസിയേറ്റഡ് വിത്ത് പാർട്ടിസിപ്പൻറ്റ് ഇൻ എ സ്റ്റഡി. അതായത് ഇൻറ്റേർണൽ വാലിഡിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ത്രെഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റിംഗ് ത്രെഡ്, സെലക്ഷൻ ത്രെഡ്, ഹിസ്റ്ററി ത്രെഡ്, അട്രീഷൻ ത്രെഡ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിസിപ്പൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഇൻറ്റേർണൽ വാലിഡിറ്റിയിലെ ത്രെഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. അതായത് സെലക്ഷൻ ത്രെഡ് സെലക്ട് ചെയ്യുമ്പോഴുള്ള ഹിസ്റ്ററി ത്രെഡ്, അട്രീഷൻ ത്രെഡ് എന്നിവയാണ് ഇൻറ്റേർണൽ അതായത് പാർട്ടിസിപ്പൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ വാലിഡിറ്റിയിലെ ത്രെഡ്സ് എന്ന് പറയാം. ടെസ്റ്റിംഗ് ത്രെഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സംഭവത്തിലാണ് അവിടെ ത്രെഡ് വരുന്നത്. സോ അതൊരിക്കലും പാർട്ടിസിപ്പൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല വരുന്നത്. അത് നമ്മുടെ ടൂളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷേ സെലക്ഷൻ ത്രെഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്, സാമ്പിൾസിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് പാർട്ടിസിപ്പൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് പോകുന്നത്. ഹിസ്റ്ററി ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റഡിക്ക് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അട്രീഷൻ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽസ് നമ്മുടെ ടൈം കഴിയുന്നതനുസരിച്ച് നമ്മളിൽ നിന്ന് ലോസ്റ്റ് ആയി പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് അയാളിൽ നിന്ന് ഡേറ്റ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടാത്തതൊക്കെ വരുമ്പോഴാണ് അട്രീഷൻ ത്രെഡ് എന്ന് പറയുന്നത്. സോ ഇത് മൂന്നുമാണ് പാർട്ടിസിപ്പൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ വാലിഡിറ്റിയുടെ ത്രെഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഡേറ്റ സെറ്റ്സ് വിത്ത് ഫോളോയിങ് മീൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഓർത്തിരിക്കും, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ നമുക്ക് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ചിട്ട് ഇൻക്രീസിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഫോർമുല അറിയാം, CV = SD ബൈ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ എന്നുള്ളതാണ്. സോ A = 3.7 by 20 = 0.18, B = 4.3 divided by 25 = 0.17, C = 5.2 divided by 35 = 0.14, D = 6.1 divided by 40 = 0.15. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ചെറുത് മുതൽ വലുത് വരെ. അപ്പം CDBA എന്ന് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വേരിയബിൾ, ഡൈക്കോട്ടമസ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻ്റർവൽ വേരിയബിൾ എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷൻ, അതായത് എക്സ്പ്ലനേഷൻ. ഈസ് കാഷ്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അനദർ വേരിയബിൾ വെയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാറ്റഗറീസ് ആർ ഐഡൻറ്റിക്കൽ അക്രോസ് ഇറ്റ്സ് റേഞ്ച് ഓഫ് കാറ്റഗറീസ്, has just 2 categories, has a casual impact on another variable. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് ഡൈക്കോട്ടമസ് വേരിയബിൾ എന്ന് പറഞ്ഞത് has just 2 categories. ഡൈക്കോട്ടമസ് വേരിയബിളിന് 2 categories ആണ് ഉള്ളത്, അല്ലെങ്കിൽ 2 പോസിബിൾ വാല്യൂസ് ആണ് ഉള്ളത്. അതായത് ഇപ്പം ജെൻഡർ ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ, ഡിസീസ് സ്റ്റേറ്റസ് ചോദിച്ചാൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് യെസ് ഓർ നോ. അപ്പോൾ അങ്ങനെയുള്ള 2 ആൻസേഴ്സ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഡൈക്കോട്ടമസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് 2 categories ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹാസ് എ കാഷ്വൽ ഇമ്പാക്റ്റ് ഓൺ അനദർ വേരിയബിൾ. അതായത് വേറൊരു വേരിയബിളിൽ ഇമ്പാക്റ്റ് വരുത്താനായിട്ട് സാധിക്കുന്ന വേരിയബിളിനാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഡിപെൻഡൻറ്റ് വേരിയബിൾ ഇറ്റ്സ് കാഷ്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ അനദർ വേരിയബിൾ. അതായത് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസ് വഴി അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുന്നു, അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർവൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വേർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാറ്റഗറീസ് ആർ ഐഡൻറ്റിക്കൽ അക്രോസ് ഇറ്റ്സ് റേഞ്ച് ഓഫ് കാറ്റഗറീസ്. അതായത് ഇവിടെ ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കും. ഇൻട്രവൽ വേരിയബിൾ നമ്മൾ ഇതിനുമുള്ള ക്വസ്റ്റ്യൻസിന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അവിടെ ഒരു അബ്സല്യൂട്ട് സീറോ ഇല്ല, പക്ഷേ അവിടെ ഒരു ന്യൂമറിക്കൽ വേരിയബിൾ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ആ വാല്യൂസ് തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അത് സ്പേസ്ഡും ആണ്, പക്ഷേ അവിടെ ട്രൂ 0 പോയിൻ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു തെർമോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ, അതായത് 20 ഡിഗ്രി സെൽഷ്യസും 30 ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഡിഫറൻസും 30 ഡിഗ്രി സെൽഷ്യസും 40 ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. പക്ഷേ അവിടെ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അത് മീൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻ്റർവൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവിടെ അർത്ഥം വരുന്നത്. Next question. According to UGC Regulation 2008 on plagiarism, which of the following percentage of similarity in the thesis would result in the cancellation of students' registration in the program he or she being registered in? അതായത് പ്ലേജറിസത്തിൻ്റെ 2018 UGC റെഗുലേഷൻ അനുസരിച്ച് എത്ര പെർസെൻറ്റേജിന് മുകളിൽ സിമിലാരിറ്റി വന്ന് കഴിയുമ്പോഴാണ് കുട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യുന്നത്, അതായത് ആ പ്രോഗ്രാമിൽ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 42%, 53%, 58%, 61%. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. 61% ആണ്. അതായത് 60%-ന് മുകളിൽ സിമിലാരിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ലെവൽ 3-ലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഈസ് ലൈക്ലി ടു ഹാവ് ലീസ്റ്റ് ബൈസ്? അതായത് ഏറ്റവും കുറവ് ബൈസ് വരുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സാമ്പിളിങ്ങിലാണ്? നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ഏറ്റവും കൂടുതൽ ഏതിനകത്താണ് ചോദിച്ചിരിക്കുന്നത്. സ്നോബോൾ, സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ, കൺവീനിയൻസ് സാമ്പിളിങ്, പർപ്പസീവ് സാമ്പിളിങ്ങിൽ ഏതായിരിക്കും? ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികൾക്കും സെലക്ട് ചെയ്യാനായിട്ട് ഈക്വൽ ചാൻസ് ആണ്. പക്ഷേ സ്നോബോളിലോ കൺവീനിയൻസ് സാമ്പിളിങ്ങിലോ പർപ്പസീവ് സാമ്പിളിംഗോ ഒക്കെ അത് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ്. അവിടെ ഈക്വൽ ചാൻസ് അല്ല ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ലീസ്റ്റ് ബയസ് എപ്പോഴും സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സർവേ റിസർച്ച്. സർവേ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ആൻസേഴ്സ് ദാറ്റ് എ റെസ്പോണ്ടന്റ് ചൂസ്. Self-deception positivity is a form of social desirability bias. Impression management is a form of social desirability bias. In key informant sampling, a researcher uses member of the population of interest to actively recruit others. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് ഒരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ഒരു സെറ്റ് ഓഫ് ആൻസേഴ്സ് കാണും റെസ്പോണ്ടൻറ്റ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളൊരു സർവേയിലൊരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റെസ്പോൺസ് കാണും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഡിസൈറബിലിറ്റി ബേസിൻ്റെ ഒരു ഫോമാണ്. അതുപോലെ തന്നെ ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസൈറബിലിറ്റി ബേസിൻ്റെ ഒരു ഫോമാണ്. സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടൈപ്പായിട്ടുള്ള സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ് ആണ്. ഇവിടെ ഇൻഡിവിജ്വൽസ് അവരുടെ പോസിറ്റീവായിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ ബിലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അക്യുറേറ്റ്ലി ശരിയാണ് എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ അവരുടെ ആ ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ശരിയാണെന്നുള്ള രീതിയിൽ അവർ ബിലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജെന്യുവൻ ആയിട്ടുള്ള ബിലീഫാണ്. ഇംപ്രഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസിൻ്റെ ഒരു കമ്പോണൻറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ കോൺഷ്യസ്ലി ഒരാളുടെ ബിഹേവിയർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മളൊരു മറ്റുള്ളവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നെഗറ്റീവ് വൺസ് അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സോഷ്യൽ ഡിസൈറബിലിറ്റി ബൈസിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യനെയർ തന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന എന്താണെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ ആണെങ്കിലും അവിടെ അറിയേണ്ടത്. പക്ഷെ അവർ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ എഴുതുന്നതിനേക്കാളും സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം ഇതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇത് ടിക്ക് ചെയ്യാം എന്ന് നമ്മൾ ചെയ്തിട്ട് ടിക്ക് ചെയ്യില്ല. അപ്പോൾ അതാണ് ഈ സോഷ്യൽ ഡിസൈറബിലിറ്റി ബയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുകവലിക്കാറുള്ളൊരു മനുഷ്യൻ അത് സൊസൈറ്റി കണ്ടു കഴിയുമ്പോൾ അത് കൊള്ളില്ല ഒരു തോന്നൽ വന്നിട്ട് ഇല്ല എന്ന് മാർക്ക് ചെയ്യില്ല. അപ്പോൾ ശരിക്കും അയാളുടെ ക്യാരക്ടർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നമുക്കിവിടെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഇംപ്രഷൻ മാനേജ്മെൻറ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ബാക്കിയുള്ളവർ നമ്മളെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ആ നെഗറ്റീവായിട്ടുള്ള ആ ഒരു അട്രിബ്യൂട്ട്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ട്രേറ്റ്സിന് ഇവിടെ എക്സാജറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിവിടെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള അട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ബിലീവ് ചെയ്യുന്ന പോസിറ്റീവ് അട്രിബ്യൂട്ട്സ് ആണ് റിയൽ ആയിട്ടുള്ള എന്നുള്ള ഒരു ചിന്തയാണ് സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ പറയുകയാണ് ഒരു ഇടയ്ക്കൊക്കെ വെള്ളം അടിക്കുന്നത് നല്ലതാണ് എന്ന് നമ്മൾ പറയുവാണ്. അപ്പം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുവാണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ ആ ഒരു വെള്ളം അടിക്കുക എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളത് നല്ലതാണെന്നുള്ള രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സെൽഫ് ഡിസെപ്ഷൻ പോസിറ്റിവിറ്റിയും ഇംപ്രഷൻ മാനേജ്മെൻറ്റും എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഡിസൈറബിലിറ്റി ബൈസിൻ്റെ ഒരു ഫോമാണ്. ഇത് രണ്ട് സർവേ റിസർച്ച്, അതായത് സർവേ റിസർച്ചിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെയറൊക്കെ ഫില്ല് ചെയ്യേണ്ട സമയത്താണ് ഈ ഒരു കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 37th പെർസെൻറ്റേജ്, ഫസ്റ്റ് ക്വാർട്ടൈൽ, മീഡിയൻ, തേർഡ് ഡിസൈൽ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ, തേർഡ് ഡിസൈൽ, അതിനുശേഷം 37th പെർസെൻറ്റേജിൽ മീഡിയൻ. ഇവിടെ നമ്മൾ എല്ലാ വാല്യൂസിനെയും പെർസെൻറ്റേജിലോട്ട് മാറ്റിയിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് 25th പെർസെൻറ്റേജിലാണ്. അതുപോലെ തന്നെ മീഡിയൻ എന്ന് പറയുന്നത് 5th പെർസെൻറ്റേജിലാണ്. തേർഡ് ഡിസൈൽ എന്ന് പറയുന്നത് 30th പെർസെൻറ്റേജിലാണ്. സോ ആദ്യം ഫസ്റ്റ് ക്വാർട്ടൈൽ വന്നു, അതിനുശേഷം തേർഡ് ഡിസൈൽ വന്നു, പിന്നെ 37th പെർസെൻറ്റേജിൽ വന്നു, ലാസ്റ്റ് മീഡിയൻ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് നമ്പർ ഓഫ് ട്രയൽസ് എന്നും തന്നിട്ടുണ്ട്, പി പ്രോബിലിറ്റി ഓഫ് സക്സസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 നമുക്ക് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നത്. ഇനി ഇത് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വേരിയൻസ് ഈസ് ഈക്വൽ ടു NP ഇൻറ്റു 1 മൈനസ് പി, അതായത് നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻറ്റു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. സോ A ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു 0.3 ഇൻറ്റു 1 മൈനസ് 0.3 ഈസ് ഈക്വൽ ടു 1.47 എന്ന് കിട്ടും. B ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.4 ഇൻറ്റു 1 മൈനസ് 0.4 ഈസ് ഈക്വൽ ടു 1.2 എന്ന് കിട്ടും. C ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 0.5 ഇൻറ്റു 1 മൈനസ് 0.5 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. D ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 0.6 ഇൻറ്റു 1 മൈനസ് 0.6 ഈസ് ഈക്വൽ ടു 1.4 എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് A4, B3, C2, D1. Next question, according to UGC regulation 2081 plagiarism, which of the following percentage of similarity in the thesis would require a student to submit a revised thesis within 6 months? അതായത് 2018 UGCയുടെ പ്ലേജറിസത്തിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ഓഫ് സിമിലാരിറ്റി വന്നു കഴിയുമ്പോഴാണ് കുട്ടിയോട്, അതായത് സ്റ്റുഡൻറ്റിനോട് തീസിസ് റിവൈസ് ചെയ്തിട്ട് 6 മന്തിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9%, 30%, 42%, 47%. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, 13% ആണ്. സ്റ്റുഡൻസിൻ്റെ തീസിസിലെ സിമിലാരിറ്റി ഒരു 10% തൊട്ടും 40% വരെ ആണെങ്കിൽ UGC നിർദ്ദേശിക്കുന്നത് 6 മാസത്തിനുള്ളിൽ ആ തീസിസ് റിവൈസ് ചെയ്തിട്ട് പിന്നെയും സബ്മിറ്റ് ചെയ്യാനാണ്. ഇത് ലെവൽ 1 പ്ലേജറിസത്തിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റിസർച്ചർ കണ്ടക്ട്സ് എ സ്റ്റഡി ഓൺ എ പോപ്പുലേഷൻ ആൻഡ് ഒബ്റ്റെയിൻസ് സം റിസൾട്ട്. ഹി നൗ വാണ്ട്സ് ടു ജനറലൈസ് ദിസ് റിസൾട്ട് ടു എ ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. ഫോർ ദിസ് ഹി മെഷർമെൻറ്റ് ഷുഡ് ഷോ. അതായത് ഒരു സ്റ്റഡി നടത്തി, അതിനുശേഷം റിസൾട്ട് കിട്ടി, അതിനുശേഷം ഈ ഒരു റിസൾട്ട് നമുക്ക് ജനറലൈസ് ചെയ്യണം മറ്റ് പോപ്പുലേഷനിലോട്ട്. സോ അവിടെ ഏത് മെഷർമെൻറ്റാണ് ഷോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, കൺവേർജൻ വാലിഡിറ്റി, ഡൈവേർജൻ വാലിഡിറ്റി. അതായത് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏതാണ് വരുന്നത്? എക്സ്റ്റേണൽ വാലിഡിറ്റിയാണ് വരുന്നത്. Next question, identify the correct statements regarding web-based study of human subjects. അതായത് web-based study of human subjectuമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് റിക്വയർ കൺസിഡറബിളി മോർ ടൈം പെർ പേഴ്സൺ ദാൻ ലബോറട്ടറി ബേസ്ഡ് സ്റ്റഡി. എന്തായാലും തെറ്റാണല്ലോ. ഡേറ്റ കളക്ഷൻസ് ഒക്വേഴ്സ് അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്. അത് ശരിയാണ്. ഡേറ്റ കളക്ഷൻ ഈസ് ഓട്ടോമാറ്റിക്. അതും ശരിയാണ്. ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഓൺ എ പാർട്ടിസിപ്പൻറ്റ് ഹു
ബീൻ ഔട്ട് ഓഫ് റീച്ച് ഓഫ് ദ റിസർച്ച് ഇൻ ഫിസിക്കൽ മോഡ്. അതായത് ഫിസിക്കൽ മോഡിൽ നമുക്ക് റീച്ച് അല്ലെങ്കിലും നമുക്ക് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവർ ഫിസിക്കലി ഇവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ കൂടിയും നമുക്ക് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് നമുക്ക് പാർട്ടിസിപ്പൻ്റ് കൺവീനിയൻസ് അനുസരിച്ച് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് ഫിസിക്കൽ മോഡിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലബോറട്ടറി സ്റ്റഡീനേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്നു എന്നുള്ളത് തെറ്റാണ്. നമുക്ക് ഒരു പേഴ്സണെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് എടുക്കാം അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കമ്പ്യൂട്ടർ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓൺ കോവേരിയൻസ് ദാറ്റ് ഈസ് എക്സ് വൈ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ നമുക്കിവിടെ കോവേരിയൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സിഗ്മ വൈയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ആർ ഈസ് ഈക്വൽ ടു COV എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നുള്ളതാണ്. സോ A ഈസ് ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. B ഈസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 0.62 എന്ന് കിട്ടും. C ഈസ് ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0.57 എന്ന് കിട്ടും. D ഈസ് ഈക്വൽ ടു 21 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 0.7 എന്ന് കിട്ടും. സോ ഇതിനെ ഇൻക്രീസിങ് ഓർഡറിൽ ആക്കി കഴിയുമ്പോൾ A C B D എന്ന് കിട്ടും. അതായത് ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 1 ആണ്. നമുക്ക് ആ ഫോമിൽ അറിയാം, കറക്റ്റായിട്ടുള്ള ഡേറ്റ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മളത് കമ്പ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ചെയ്തതുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 സ്കെയിൽ ഓഫ് മെഷർമെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ. ലിസ്റ്റ് 2 എക്സാമ്പിൾ ഓഫ് വേരിയബിൾസ്, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, എത്നിസിറ്റി, ഡിഗ്രി ഓഫ് അനോയൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അതായത് നോമിനൽ എന്ന് പറയുമ്പോൾ എത്നിസിറ്റി, നമ്മുടെ എത്നിസിറ്റി ആണ് അവിടെ ചെയ്യുന്നത്, നെയിമിംഗ് ആണ് വരുന്നത്. അതിനുശേഷം വരുന്ന ഓർഡിനൽ, ഡിഗ്രി ഓഫ് അനോയൻസ്, അതായത് അവിടെ ഒരു ഓർഡർ ആക്കുവാണ് നമ്മളോട് ചെയ്യുന്നത്. C ഇൻ്റർവെല്ലാണ്. വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, അവിടെ 0 പോയിൻ്റ് ഇല്ല. അതായത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു 0 ഇല്ല എന്നല്ല, പക്ഷേ ആ ഒരു 0 പോയിൻ്റ് അവിടെ ഇട്ടില്ല താനും. സോ അതാണ് ഇൻ്റർവെൽ വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് വരുന്നത്. റേഷ്യോ 6, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത്. Next question, if a conclusion incorporates a causal relationship between 2 or more variables it has measured. അതായത് 2 വേരിയബിൾസ് തമ്മിലൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, റിപ്ലിക്കബിലിറ്റി, കോൺസെപ്റ്റലൈസേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇൻറ്റേർണൽ വാലിഡിറ്റിയാണ്. ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഇൻറ്റേർണൽ വാലിഡിറ്റിയാണ്. Next question, an instrument used in structured observation that mentions the categories of behavior to be observed is known as. അതായത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് അത് നമ്മുടെ കാറ്റഗറീസ് ഓഫ് ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യാനായിട്ടാണ്. ആ ഇൻസ്ട്രുമെൻ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റഗറി ഷെഡ്യൂള്, ഒബ്സർവേഷൻ ഡിവൈസ്, ഒബ്സർവേഷൻ ഷെഡ്യൂള്, ഓൺടോളജിക്കൽ ടൂള്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഒബ്സർവേഷൻ ഷെഡ്യൂളാണ്. ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ടൂളാണ്. അതായത് നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പെസിഫിക് ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷൻസ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളിലാണ് നമ്മൾ ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നാച്ചുറൽ ബിഹേവിയറിനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. സോ അതുവഴി നമുക്ക് ആ ഒബ്സർവ്ഡ് ഫിനോമിനനെ പറ്റി, അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സിനെ പറ്റി ഒരു ഇൻസൈറ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസ്പോൺസ് ഓഫ് പാർട്ടിസിപ്പൻസ് ഹു ആർ വെൽ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ബീങ് സ്റ്റഡീഡ് ഇസ് കൺസിഡേർഡ് എസ്. അതായത് നമ്മുടെ പാർട്ടിസിപ്പൻസിന് അറിയാം നമ്മളെപ്പറ്റി ഇവർ പഠിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റെസ്പോൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളതിന് എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റഡ് റെസ്പോൺസ്, ഇൻറ്റൻഷണൽ റെസ്പോൺസ്, ഡിസയർ എഫക്റ്റ്, റിയാക്റ്റീവ് എഫക്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. റിയാക്റ്റീവ് എഫക്റ്റ് ആണ്. റിയാക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനോമിന, അല്ലെങ്കിൽ റിയാക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിന് അറിയാം ഇവർ നമ്മളെപ്പറ്റി പഠിക്കുകയാണെന്ന്. സോ ആ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് അവർ നമ്മുടെ ബിഹേവിയർ, അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അവർക്കറിയാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നുണ്ടെന്ന് പാർട്ടിസിപ്പൻസിന് അറിയാം. സോ ആ ഒരു അറിവുള്ളത് കൊണ്ട് അവർ
എന്താ പറയുന്നത്, അവരുടെ ബിഹേവിയറൊക്കെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന ആ എഫക്റ്റിനാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനയ്ക്കാണ് നമ്മൾ റിയാക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റിസൾട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എത്തനോഗ്രഫി? താഴെ കൊടുത്തിരിക്കുന്നതിൽ എത്തനോഗ്രഫിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസിക്കൽ എത്തനോഗ്രഫി, മെയിൻ സ്ട്രീം എത്തനോഗ്രഫി, പോസ്റ്റ് മോഡേൺ എത്തനോഗ്രഫി, പ്രൈവറ്റ് എത്തനോഗ്രഫി, എക്സ്പ്രസീവ് എത്തനോഗ്രഫി എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എത്തനോഗ്രഫിയുടെ കീ ടൈപ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ, ഡിജിറ്റൽ, മൾട്ടി സ്പീഷ്യസ് എത്തനോഗ്രഫി, ഓട്ടോ എത്തനോഗ്രഫി, ക്രിട്ടിക്കൽ എത്തനോഗ്രഫി എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് മേക്ക് യൂസ് ഓഫ്, അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് താഴെ കൊടുത്തിരിക്കുന്ന എന്ത് കാര്യമാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയിലിംഗ്, ഫാക്ടറിങ്, റെപ്രസെൻറ്റേറ്റീവ് കൊട്ടേഷൻസ്, SPSS. ഏതാണ് ആൻസർ എന്ന ഓപ്ഷൻ 3 ആണ്. റെപ്രസെൻറ്റേറ്റീവ് കൊട്ടേഷൻസ് ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചോടെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ സ്വാഭാവികമായിട്ട് നമ്മൾ കൊട്ടേഷൻസ് ആണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നതോടുകൂടിയാണ് നമ്മുടെ ആ ഒരു ഫൈൻഡിങ്സിന് നമുക്ക് എൻറിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും അത് കുറച്ചും കൂടെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു പ്രൂഫ് നമുക്ക് അതോറൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ കൊട്ടേഷൻസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരു എവിഡൻസ് ആയിട്ടും ഇല്ലസ്ട്രേഷൻസ് ആയിട്ടും അതുപോലെ തന്നെ ആ ഒരു ലീവ്ഡ് എക്സ്പീരിയൻസിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ ആയിട്ടും നിലകൊള്ളുന്നത് ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൊട്ടേഷൻസ് ആണ്. അത് നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിന് കുറച്ചും കൂടെ ഒതൻറ്റിസിറ്റി കൊടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് കൊട്ടേഷൻസ് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ മെയിനായിട്ട് കാറ്റസിക്സ് ആണല്ലോ വരുന്നത്. സോ അവിടെ ഇപ്പം കൊട്ടേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് നമ്പേഴ്സ് ഗിവൻ ടു ദ റിലീജിയൻ ഓഫ് പേഴ്സൺസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡേറ്റ ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. അതായത് ഇവിടെ കോഡ് നമ്പേഴ്സ് കൊടുക്കുകയാണ്. അതായത് ഓരോ പേഴ്സൻ്റെ റിലീജിയൻ അനുസരിച്ച് അവിടെ കോഡ് നമ്പർ കൊടുക്കുകയാണ്. അപ്പം ഇത് ഏത് ടൈപ്പ് മെഷർമെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ ഏതായിരിക്കും? ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. നോമിനലാണ്. അത് നെയിമിംഗ് ആണ്. അതായത് ഓരോ റിലീജിയൻ തിരിച്ച് അവർക്ക് ഓരോ കോഡ് നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നെയിമിംഗ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ നോമിനൽ മെഷർമെൻ്റ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രൈറ്റീരിയ ഓഫ് ഡിപ്പെൻഡബിലിറ്റി ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പാരലൽസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഡിപ്പെൻഡബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഏതുമായിട്ടാണ്, അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ഏതെന്നാണ്, അല്ലെങ്കിൽ പാരലായിട്ട് പോകുന്ന ടേം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റിവിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, റിലയബിലിറ്റി. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. റിലയബിലിറ്റി ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഡിപ്പെൻഡബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലുമായിട്ട് പാരലൽ ചെയ്തു പോകുന്ന വാക്കെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റിയാണ്. അതായത് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഡിപ്പെൻഡബിലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലെ റിലയബിലിറ്റിയും റെഫർ ചെയ്യുന്നത് ആ ഒരു റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ കൺസിസ്റ്റൻസി, സ്റ്റെബിലിറ്റിയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സ്റ്റഡി നടത്തി, സിമിലർ കണ്ടീഷനിൽ ഈ സ്റ്റഡി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിമിലർ റിസൾട്ട് തന്നെയായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ടും സെയിം മീനിങ് തന്നെ. നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ കൺസിസ്റ്റൻസിയും സ്റ്റെബിലിറ്റിക്കുമാണ് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുമ്പോൾ റിലയബിലിറ്റി ആകും, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആകും ഡിപ്പെൻഡബിലിറ്റി ആകും എന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ അലൗ എ സർട്ടൻ എമൗണ്ട് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ്. ഇറ്റ് ഈസ് ആൻ ഒബ്സ്ട്രൂസീവ് മെത്തേഡ്. ഇറ്റ് ഈസ് എ വെരി റിജിഡ് മെത്തേഡ്. ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് മെത്തേഡ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഇറ്റ് ക്യാൻ അലൗ എ സർട്ടൻ എമൗണ്ട് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു റിസർച്ച് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ, വിഷ്വലോ, ഓറൽ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ആ ഒരു ഫീച്ചേഴ്സ് അനുസരിച്ച് അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്യുകയും അതിനുശേഷം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലൊക്കെയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഡേറ്റയാണ്. അതായത് ഫ്രീക്വൻസി, പാറ്റേൺസ്, അതായത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ആ ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ് ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യുന്ന കണ്ടൻറ്റുകളുണ്ട്. അതായത് ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോസൊക്കെ ഒരു കുറച്ച് പീരീഡിലോട്ട്, കുറച്ച് ടൈമിലോട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു ട്രെൻഡ്സ്, പാറ്റേൺസ്, ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലോഞ്ചിറ്റ്യൂഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളത്തേക്ക് ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുന്നതാണ്. സോ കണ്ടന്റ് അനാലിസിസിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ കാര്യങ്ങളെപ്പറ്റി
നമ്മൾ മനസ്സിലാക്കുകയാണ് കുറേ നാളെടുത്ത്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രെൻഡ്സും പാറ്റേൺസും ചേഞ്ചസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഫീച്ചർ എങ്ങനെയാണ് ടൈം മാറുന്നതനുസരിച്ച് അത് ഇവോൾവ് ചെയ്തു വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ട്രെൻഡിനെ പറ്റി ഒരു അനാലിസിസ് നടത്തി ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുവാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജോമെട്രിക് മീൻ ഓഫ് ദ നമ്പർ 9, 12 and 60s, അതായത് 9, 12, 16 എന്നീ നമ്പറുകളുടെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 12.33, 11.66, 12.66 എന്നിവയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് തന്നിരിക്കുന്ന നമ്പറുകളൊക്കെ ഗുണിച്ചിട്ട് അതിൻ്റെ റേസ് ടു എൻ കാണണം. അതായത് x1 × x2 × x3 റേസ് ടു എൻ. അപ്പോൾ ഇവിടെ 9 × 12 × 16, n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ റേസ് ടു 3 എന്ന് കിട്ടും. അപ്പോൾ 1728 റേസ് ടു 3 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഈ 1728 3ൻ്റെ പവറായിട്ട് എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ പവർ 3 വരുന്ന രീതിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് ഈ 3 കൂടെ വെട്ടിക്കളയാനായിട്ട് പറ്റും. അപ്പോൾ 12 റേസ് ടു 3 എന്ന് പറയണതാണ് 1728. അപ്പോൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ 12 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 3യും 3യും വെട്ടിപ്പോവും. സോ ആൻസർ വരുന്നത് 12 ആണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ടുള്ളത്. നമുക്കിവിടെ നൾ ഹൈപ്പോത്തീസിസിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസിൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ മീൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്, ഹൈപ്പോത്തീസിസിൻ്റെ മീൻ്റെ സിമ്പിൾ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നൾ ഹൈപ്പോത്തീസിസ് ഈസ് ടു പോപ്പുലേഷൻ മീൻ ഈസ് ഈക്വൽ ടു ഹൈപ്പോത്തീസിസ് ടു മീൻ ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തീസിസ് ഈസ് ടു പോപ്പുലേഷൻ മീൻ ഈസ് smaller than hypothesis to mean. In this situation, the researcher would apply. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ടു പോപ്പുലേഷൻ മീൻ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് ടു മീൻ ആണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഈസ് ടു പോപ്പുലേഷൻ മീൻ ഈസ് സ്മോളർ ദാൻ ലെസ് ദാൻ ദ ഹൈപ്പോത്തീസ് ടു മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടൈൽഡ് ടെസ്റ്റ്, ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ്, 2 ടൈൽഡ് ടെസ്റ്റ്, ഹാഫ് ടൈൽഡ് ടെസ്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ലോവർ ടൈൽഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് സജസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തീസിസിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ഒരു ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റിലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ സിമ്പിളാണ്. അതായത് അത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് സ്മോളർ ദാൻ ദ നൾ ഹൈപ്പോത്തീസിസ് വാല്യൂ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് വുഡ് ബി മെയിൻലി കൺസേൺഡ് വിത്ത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെയിനായിട്ട് കൺസേൺ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ്, കോസാലിറ്റി, കോണ്ടെക്സ്റ്റ്, റിപ്ലിക്കേഷൻ. മെഷർമെൻറ്റ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെഷർമെൻറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ഒബ്സർവ്ഡ് വാല്യൂ, മെഷർമെൻറ്റ് വാല്യൂ ഒക്കെ ഉണ്ട്. മെഷർമെൻറ്റ് ആയിട്ട് കോസാലിറ്റി, അതായത് അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിപ്ലിക്കേഷൻ, അതായത് നമ്മളിത് വീണ്ടും സെയിം സിറ്റുവേഷനിൽ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ കോണ്ടെക്സ്റ്റിന് വലിയ പ്രാധാന്യമില്ല. സോ അത് വരുന്നത് എവിടെയാണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് കോണ്ടെക്സ്റ്റിന് പ്രാധാന്യം വരുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ്, കോസാലിറ്റി, റിപ്ലിക്കേഷൻ എന്നീ 3 കാര്യങ്ങളിലാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രൈറ്റീരിയൻ ഓഫ് ക്രെഡിബിലിറ്റി ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ഇക്വലന്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതിന് ഇക്വലൻ്റ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ്. ക്രെഡിബിലിറ്റി എന്ന വാക്കിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ വേർഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വാലിഡിറ്റി ആണ്. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ക്വാളിറ്റേറ്റീവ് ഫൈൻഡിങ്സിൻ്റെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്സിലുള്ള നമ്മുടെ അതിൻ്റെ ആ ഒരു ട്രൂത്ത്ഫുൾനെസ്സിലുള്ള നമ്മുടെ കോൺഫിഡൻസ് ആണ്. അതായത് നമ്മുടെ ആ ഫൈൻഡിങ്സിൽ നമുക്കുള്ള ആ ഒരു ട്രൂത്ത്ഫുൾനെസ്സിൻ്റെ കോൺഫിഡൻസിനാണ് നമ്മൾ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻറ്റേർണൽ വാലിഡിറ്റി ആയിട്ട് ചേർന്നാണ് പോകുന്നത്. അതായത് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താണോ മെഷർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് അതിൻ്റെ എക്സ്ട്രീമിറ്റിൽ മെഷർ ചെയ്യുക എന്നതുള്ളതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റിയിൽ വരുന്നത്. ഡിപ്പെൻഡബിലിറ്റിക്ക് ഈക്വൽ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലെ റിലയബിലിറ്റി. അതുപോലെ തന്നെ
ട്രാൻസ്ഫറബിലിറ്റിക്ക് സിമിലർ ആയിട്ടുള്ള വാക്കാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺഫിറബിലിറ്റിക്ക് ഈക്വൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. റിലയബിലിറ്റിക്ക് ഡിപ്പെൻഡബിലിറ്റി. സോ ഈ വാക്കുകൾ ഓർത്തിരിക്കുക. നമുക്ക് ഇനിയുള്ള പരീക്ഷയ്ക്കാണെങ്കിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് കണ്ടന്റ് അനാലിസിസ്. കണ്ടന്റ് അനാലിസിസിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മെയിൻ യൂസ് ഓഫ് കണ്ടന്റ് അനാലിസിസ് ഹാസ് ബീൻ ഇൻ ദ എക്സാമിനേഷൻ ഓഫ് പ്രിന്റഡ് ടെക്സ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. കണ്ടന്റ് അനാലിസിസ് ലാക്ക് transparency. Coding is crucial in content analysis. It is almost impossible to devise coding manuals that do not entail some interpretation on the part of the coder. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് കണ്ടന്റ് അനാലിസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഈ പ്രിന്റഡ് ടെക്സ്റ്റിൻ്റെ ഡോക്യുമെൻസിൻ്റെ ഒക്കെ എക്സാമിനേഷനിലാണ്. കോഡിംഗ് എന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള എലമെൻ്റ് ആണ്. നമുക്ക് ഈ കോഡിംഗ് മാനുവൽസ് ഡിവൈസ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെസ്സേജിന് സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ്, ഡോക്യുമെൻറ്റ്സ്, മീഡിയ കണ്ടന്റ്, ഐഡൻറ്റിഫൈ പാറ്റേൺസ്, ട്രെൻഡ്സിനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യുന്നതാണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻസ് ഉണ്ട്, മീനിങ്സ്, റിലേഷൻഷിപ്പ് ഓഫ് വേർഡ്സ്, തീംസ് എന്നിവയെല്ലാം നമ്മളിവിടെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഈ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റേറ്റീവ് ഡേറ്റ, അതായത് ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോസിനെയൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഇതിന് ഓരോ യൂണിറ്റ്സ് ആയിട്ട് അതിൻ്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് അതിനെ ഓരോ യൂണിറ്റ്സ് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ അനാലിസിസ് എളുപ്പമാവും. അപ്പോൾ ഇതുവഴി നമ്മുടെ കണ്ടൻറ്റ് നമുക്ക് സിസ്റ്റമാറ്റിക്കലി ആയിട്ടും ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്. അതായത് ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം യൂസ് ചെയ്യുന്നത് ഏത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി, എഫ്, ഇസഡ്, കൈ സ്ക്വയർ. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ 2 ആണ്, എഫ് ആണ്. നമ്മളിത് ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷാർപ്നെസ് ഓഫ് ദ പീക്ക് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. അതായത് നമ്മുടെ ആ ഒരു പീക്കിൻ്റെ ഷാർപ്നെസ് ഏത് ഡിസ്ട്രിബ്യൂഷനെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർട്ടോസിസ്, സ്ക്യൂനെസ്, മീൻ, മീഡിയൻ. ഏതാണ്? കർട്ടോസിസ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ടൈലർനെസ്സിനാണ് നമ്മൾ കർട്ടോസിസ് എന്ന് പറയുന്നത്. അതായത് കർട്ടോസിസ് മെഷർ ചെയ്യുന്നത് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്തോരം ഡീവിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ എന്തോരം ഡീവിയേറ്റ് ചെയ്തായിട്ടാണ് പോയിരിക്കുന്നത് എന്നത് ക്വാണ്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഒരു പീക്നെസ്സിനും ടെയിലിൻ്റെ തിക്നെസ്സിനും ഒക്കെ അനുസരിച്ചാണ് ഇത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. കർട്ടോസിസ് മെയിനായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഡീവിയേഷനാണ്. നമ്മുടെ ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള ഇതിൻ്റെ ഡീവിയേഷനാണ് കർട്ടോസിസ് മെയിനായിട്ട് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മെയിൻ പ്രീ ഒക്കുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിൻ പ്രീ ഒക്കുപ്പേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ്, കോസാലിറ്റി, എംഫസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, ജനറലൈസേഷൻ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് മെഷർമെൻറ്റ്. നമ്മൾ ക്വാണ്ടിറ്റി റിസർച്ചിൽ മെഷർമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ ഫൈൻഡിങ്സിലെത്തുന്നത്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിലാണല്ലോ നമ്മൾ ക്വാണ്ടിറ്റി റിസർച്ച് ചെയ്യുന്നത്. ഇനി കോസാലിറ്റി, അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എംഫസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, ക്വാണ്ടിറ്റി റിസർച്ചിന് നമ്മൾ കോണ്ടെക്സ്റ്റിന് വലിയ പ്രാധാന്യമില്ല. അതെവിടെയാണ് വരുന്നത്? അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനാണ് വരുന്നത്. ലാസ്റ്റ് വൺ ജനറലൈസേഷൻ, നമ്മൾ ഈ കിട്ടിയ ഫൈൻഡിങ്സ് അനുസരിച്ച് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മെഷർമെൻറ്റ്, കോസാലിറ്റി, ജനറലൈസേഷൻ എന്നിവയാണ് ക്വാണ്ടിറ്റി റിസർച്ചിൻ്റെ പ്രീ ഒക്കുപ്പേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ മെഷർമെൻറ്റ് ഷുഡ് ഷോ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാലിഡിറ്റീസ് ഇഫ് യു വാണ്ട് ടു ജനറലൈസ് ദ റിസൾട്ട് ഓഫ് യുവർ റിസർച്ച് ടു എ ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ വാലിഡിറ്റിയാണ് നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് വേറൊരു പോപ്പുലേഷനിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് ആ ഒരു റിസൾട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ട് വാലിഡിറ്റി, ഇൻറ്റേർണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, കൺവെർജൻറ്റ് വാലിഡിറ്റി. ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. എക്സ്റ്റേണൽ വാലിഡിറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിസൾട്ട് വേറൊരു റിസൾട്ട് ജനറലൈസ് ചെയ്തിട്ട് വേറൊരു പോപ്പുലേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമുക്കിവിടെ കുറച്ച് അബ്രിവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ID, POST, VID, VIZ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ മെനി റെഫർ ടു ദ സെയിം, നെയിംലി, ആഫ്റ്റർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ID എന്ന് പറഞ്ഞാൽ ദ സെയിം, പോസ്റ്റ് ആഫ്റ്റർ,
VID എന്ന് പറഞ്ഞാൽ റെഫർ ടു, VIZ എന്ന് പറഞ്ഞാൽ നെയിമിലി. സോ ഈ അബ്രിവേഷൻസും അതിൻ്റെ മീനിങ്ങും നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കണം. അത് പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സാമ്പിളിംഗ് ടെക്നിക് ദാറ്റ് റിലൈസ് ഓൺ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾ ഹു നോ അബൌട്ട് എ പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റാദർ ദാൻ ഫ്രം മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ ദംസെൽസ് റിഫർ ടു. അതായത് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ പോപ്പുലേഷനിലെ പീപ്പിൾസിന് അതിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട്, അതായത് ആ പോപ്പുലേഷനിൽ നിന്ന് ദംസെൽസ് ആയിട്ടല്ല, മറിച്ച് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഇൻഫർമേഷൻസ് സീക്കുകയാണ്. അതായത് ആ പോപ്പുലേഷൻ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണ്. ഇത് ഏത് ടൈപ്പ് സാമ്പിളിംഗ് ടെക്നിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിങ്, കീ ഇൻഫോർമൻറ്റ് സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, ക്വാട്ട സാമ്പിളിങ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, കീ ഇൻഫോർമൻറ്റ് സാമ്പിളിംഗ് എന്നതാണ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നതാണ് കീ ഇൻഫോർമൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിസർച്ച് ടോപ്പിക്കിനെ പറ്റി അറിവുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്പെസിഫിക് നോളജ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇൻറ്റൻഷനലി സെലക്ട് ചെയ്യുവാണ് നമ്മുടെ സാമ്പിളായിട്ട്. അതായത് ഡേറ്റ കളക്ഷന് വേണ്ടിയോ ഇൻ്റർവ്യൂസിന് വേണ്ടിയോ ആ ഒരു ഏരിയയിൽ നല്ല നോളജ് ഉള്ള ആൾക്കാർ നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ കീ ഇൻഫോർമൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കീ ഇൻഫോർമൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫോം ചെയ്യുന്ന ആൾക്കാർ, അതായത് ആ ഒരു ഏരിയനെ പറ്റി നല്ല തറോ നോളജ് ഉള്ള ആൾക്കാരാണ് ഇവർ. ഇതൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതായത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, ക്വാർട്ടൈൽ എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതായത് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച് എന്നിവയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൽ നിന്നുള്ള ആ ഒരു ഡീവിയേഷനാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മെയിൻ പ്രീ ഓക്കുപ്പേഷൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രീ ഓക്കുപ്പേഷൻ നമ്മൾ കണ്ടു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രീ ഓക്കുപ്പേഷനാണ്. എംബസൈസ് ഓൺ പ്രോസസ്സ്. ഓക്കെ, ഓഫ് കോഴ്സ് പ്രോസസ്സിന് പ്രാധാന്യമുണ്ട്. എംബസൈസ് ഓൺ ജനറലൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രീ ഓക്കുപ്പേഷനാണ്. എംബസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ചിനാണ്. അതുപോലെയാണ് ഡിസ്ക്രിപ്ഷനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സോ എംബസൈസ് ഓൺ പ്രോസസ്സ്, എംബസൈസ് ഓൺ കോണ്ടെക്സ്റ്റ്, എംബസൈസ് ഓൺ ഡിസ്ക്രിപ്ഷൻ എന്നിവയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രീ ഓക്കുപ്പേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. സോ അവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, two researchers obtained similar results while investigating a problem following different methodologies. Their measurements show. അതായത് 2 ഡിഫറെൻറ്റ് മെത്തഡോളജീസ് ഉപയോഗിച്ചുകൊണ്ട് റിസർച്ചർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ഒരു പ്രോബ്ലത്തെ. അപ്പോൾ അവർക്ക് സിമിലർ ആയിട്ടുള്ള, അതായത് സെയിം റിസൾട്ടാണ് കിട്ടിയത്. ഈ മെഷർമെൻറ്റ്, അവരുടെ മെഷർമെൻറ്റ് എന്താണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർറേറ്റർ വാലിഡിറ്റി, കൺവേർജൻ വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, ടെസ്റ്റ് റീടെസ്റ്റ് വാലിഡിറ്റി. ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 2 ആണ്, കൺവേർജൻ വാലിഡിറ്റി ആണ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് 2 റിസർച്ചേഴ്സ് 2 മെത്തഡോളജീസ് യൂസ് ചെയ്തു. പക്ഷേ അവർക്ക് സിമിലർ റിസൾട്ട്സ് ആണ് കിട്ടിയെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നത് കൺവേർജൻ വാലിഡിറ്റിയാണ്. കൺവേർജൻ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒരു സെയിം കൺസ്ട്രക്റ്റിനെ മെഷർ ചെയ്യുകയും ആ ഒരു ഡിഗ്രിയാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം അത് സിമിലർ റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇത് കാണിക്കുന്ന ഈ മെഷേഴ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ്, അതായത് ഡിഫറെൻറ്റ് അപ്രോച്ചസുകളാണെങ്കിൽ കൂടിയും ഈ മെഷേഴ്സ് എല്ലാം കൺസിസ്റ്റൻ്റ് ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ കൺസിസ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെത്തേഡ്സിലല്ല റിസൾട്ട് സ്പെസിഫിക് ആവുന്നത്, മറിച്ച് അവിടെ ഒരു അണ്ടർലൈൻ ഫിനോമിനേനെ നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഫൈൻഡിങ്സിൻ്റെ വാലിഡിറ്റി ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ 2 മെത്തേഡ്സും അണ്ടർലൈൻ ചെയ്യുന്ന സെയിം കൺസ്ട്രക്റ്റിനെയാണ് കൺവേർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 അബ്രിവേഷൻസ്, ലിസ്റ്റ് 2 മീനിങ്ങും. AND, CF, ETOL, PSIM എന്നിവയാണ് തന്നിരിക്കുന്നത്. ഹിയർ ആൻഡ് ദെയർ, ആൻഡ് അതേഴ്സ്, കമ്പയർ, ബിഫോർ എന്നിവയാണ് നമുക്ക് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. AND എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ, CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ, ഇറ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് അതേഴ്സ്, PSIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ആൻഡ് ദെയർ എന്നതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക്. അതായത് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഇല്ലാത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്, സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, പർപ്പസീവ് സാമ്പിളിങ്. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അതായത് സ്നോബോൾ സാമ്പിളിങ്ങും പർപ്പസീവ് സാമ്പിളിങ്ങും ആണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നത്. മറ്റു രണ്ടും പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിംഗ് നമ്മൾ പറഞ്ഞു ഒരു ചെയിൻ കണക്കുമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കോളേജിൽ ഭരതനാട്യം കളിക്കുന്ന കുട്ടികളുടെ ആ ഒരു നമ്പർ എടുക്കാനാണെങ്കിൽ ഒരു കുട്ടീനെ നമ്മൾ കണ്ടപ്പോൾ ആ കുട്ടി ഇന്നയാൾ കളിക്കും എന്ന് പറയുന്നു, ആ കുട്ടി അടുത്തയാളെ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന സാമ്പിളിങ്ങിനാണ്, അങ്ങനെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് പോകുന്നതിനാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസിനെ അനുസരിച്ച് ബേസ് ചെയ്തിട്ട് സാമ്പിളിംഗ് കളക്ട് ചെയ്യുന്നതാണ്. സാമ്പിൾസിനെ കളക്ട് ചെയ്യുന്നതാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പാരാമെട്രിക് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ടെസ്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടി ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, യു ടെസ്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ടി ടെസ്റ്റും എഫ് ടെസ്റ്റും ആണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് പാരാമെട്രിക് ടെസ്റ്റിൽ നമുക്കവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റി ഒക്കെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ പോപ്പുലേഷനെ പറ്റി നമുക്ക് കംപ്ലീറ്റ്ലി നോൺ ആണെങ്കിൽ, അതായത് നമുക്ക് കംപ്ലീറ്റ്ലി അറിയാമെങ്കിൽ മാത്രമാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ഇൻ്റർവെൽ റേഷ്യോ സ്കെയിലൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മീനാണ്. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് പിയേഴ്സണാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ് എന്നിവയൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഡക്റ്റീവിസം, പോസിറ്റീവിസം, ഒബ്ജക്റ്റീവിസം, ഇൻ്റർപ്രറ്റീവിസം. നമ്മൾ പറഞ്ഞിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ പോസിറ്റീവ്സം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റീവിസം ആണ്. സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷനിലൂടെയും മീനിങ് മേക്കിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഴ്സത്തിൻ്റെ അകത്ത് ഒരു സോഷ്യൽ ഫിനോമിനനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുക റിയാലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സുമാണ്. അതുപോലെ തന്നെ റിസർച്ചറിൻ്റെ എയിം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനെയും പെർസ്പെക്റ്റീവിനെയും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ മെനി സ്റ്റഡീസ് ദാറ്റ് സ്പാൻ എ ലോങ് പീരിയഡ് ഓഫ് ടൈം പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്റ്റഡി മേലെ ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ത്രെഡ്സ് ടു ദ ഇൻറ്റേർണൽ വാലിഡിറ്റി. അതായത് നമ്മൾ കുറേ ടൈം എടുത്തിട്ടുള്ള ഒരു സ്റ്റഡിയിലൊക്കെ ആണെങ്കിൽ പാർട്ടിസിപ്പൻസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ലീവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇൻറ്റേർണൽ വാലിഡിറ്റിയുടെ ഏത് ത്രെഡാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, മോർട്ടാലിറ്റി, മച്ചുറേഷൻ. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, മോർട്ടാലിറ്റിയാണ്. കുറച്ച് ടൈം കഴിയുമ്പോൾ പാർട്ടിസിപ്പൻസിന് ലോസ് ആകുന്നതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അട്രീഷൻ എന്നും പറയാറുണ്ട്. ഇത് മെയിനായിട്ട് സംഭവിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്. കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി ഒത്തിരി നാളത്തേക്കായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബയസ് വരികയും അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. Next question, identify the correct order of the following information about a research article according to the APA style of writing journal articles reference. അതായത് നമ്മളൊരു ജേണൽ ആർട്ടിക്കിളിൻ്റെ റെഫറൻസ് എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വോളിയം നമ്പർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, DOI, ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ, നെയിം ഓഫ് ജേണൽ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് ആദ്യം വരുന്ന ഏതാണ്? ഇയർ ഓഫ് പബ്ലിക്കേഷൻ വരും, അതിനുശേഷം ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ വരും, പിന്നെ നെയിം ഓഫ് ജേണൽ വരും, അതിനുശേഷം വോളിയം നമ്പർ, DOI. അതായത് ശരിക്കും നമ്മൾ ഓതറിൻ്റെ പേര് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അത് നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ഈ തന്നിരിക്കുന്ന അനുസരിച്ച് അറേഞ്ച് ചെയ്താൽ മതി. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റൈൻഡ് ഇൻ 100 ടോസസ് ഓഫ് എ കോയിൻ, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, മാർക്സ് ഒബ്റ്റൈൻഡ് students in an objective type of examination, height of plants in an agricultural field. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂളും അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻ അഗ്രികൾച്ചറൽ ഫീൽഡുമാണ് കണ്ടിന്യൂസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിന്
നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും. ആ ഗിവൺ റേഞ്ചിൽ വെച്ചിട്ട് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും. അതായത് ഡെസിമൽസോ ഫ്രാക്ഷൻസോ എന്ത് വേണേലും അതിൻ്റെ അകത്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നമ്പർ ഓഫ് ടെയിൽസ് അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതിലേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്കങ്ങനെ ഫ്രാക്ഷനായിട്ടോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. സോ ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് പാരാമെട്രിക് ടെസ്റ്റ് ആയിരുന്നു. സോ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈ സ്ക്വയർ ടെസ്റ്റ്, യു ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്, ടി ടെസ്റ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇത് ശരിക്കും UGC ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ടി ടെസ്റ്റ് എന്ന് പറയുന്നത് പാരാമെട്രിക് ടെസ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പാരാമെട്രിക് ടെസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് അതിൻ്റെ അകത്ത് അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പോപ്പുലേഷനെ പറ്റി കൃത്യമായിട്ടുള്ള അറിവുകളൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നോൺ പാരാമെട്രിക് ടെസ്റ്റിന് നമുക്ക് ഇതിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ല. കൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ വൈറ്റ്നി യു ടെസ്റ്റ് എന്നിവയെല്ലാം നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. എച്ച് ടെസ്റ്റ് അതായത് വാലീസ് ടെസ്റ്റും ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. ഓപ്ഷനിൽ ഇത് 3 കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് UGC ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ബീങ് ഒബ്സർവ് ടു ആക്ട് ഡിഫറെൻ്റ്ലി ദാൻ നോർമൽ ആസ് എ റിസൾട്ട് ഓഫ് ദെയർ അവയർനെസ് ഓഫ് ബീങ് മോണിറ്റേർഡ് റെഫേഴ്സ് ടു. അതായത് നമുക്കിപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി രീതിയിൽ നിന്നല്ലാണ്ട് വേറൊരു രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യും. സോ അതിന് നമ്മൾ എന്ത് പേര് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് റിയാക്ടിവിറ്റി, ഒബ്സർവർ ബയസ്, ഒബ്സർവർ ഡ്രിഫ്റ്റ്, ഡീബ്രീഫിംഗ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, സബ്ജക്റ്റ് റിയാക്ടിവിറ്റിയാണ്. സബ്ജക്റ്റ് റിയാക്ടിവിറ്റിക്കാണ് നമ്മൾ ഹോത്രോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റഡിയുടെ പാർട്ടാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബിഹേവിയേഴ്സിനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ ബിഹേവ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സബ്ജക്റ്റ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റിക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതായത് നമ്മൾ നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ആ ഒരു ഓൾട്ടർനേഷനാണ് നമ്മളെ ഒരാൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റം, അതിനാണ് നമ്മൾ സബ്ജക്റ്റ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ വുഡ് ബി യൂസ്ഫുൾ ഫോർ ഡെപ്പിക്റ്റിംഗ് പ്രൊപ്പോർഷൻസ് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, സ്കാറ്റർ പ്ലോട്ട്. ഏതാണ് ആൻസർ? വരുന്ന ഓപ്ഷൻ 3 ആണ്, പൈ ചാർട്ടാണ്. നമ്മളൊരു സർക്കിളൊക്കെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഭാഗം നമ്മൾ തിരിച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ അത് പ്രൊപ്പോർഷനാണ് കാണിക്കുന്നത്. സോ അത് പൈ ചാർട്ടിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മെയിൻ പ്രീ ഒക്കുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിൻ പ്രീ ഒക്കുപ്പേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ്, കോസാലിറ്റി, ഡിസ്ക്രിപ്ഷൻ, ജനറലൈസേഷൻ. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതായത് മെഷർമെൻറ്റ്, കോസാലിറ്റി, ജനറലൈസേഷൻ എന്നിവയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിൻ പ്രീ ഒക്കുപ്പേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിന് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 6th ഡിസൈൽ, മീഡിയൻ, 3rd ക്വാർട്ടൈൽ, 67th പെർസെൻറ്റൈൽ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് മീഡിയൻ, 6th ഡിസൈൽ, 67th പെർസെൻറ്റൈൽ, 3rd ക്വാർട്ടൈൽ. ഈ ഡിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസൈൽ നമ്മുടെ ഒരു ഡേറ്റേനെ 10 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പെർസെൻറ്റേജിൽ 100 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ക്വാർട്ടൈൽ എങ്ങനെയാണ്? 4 ഈക്വൽ പാർട്ടായിട്ടും. അതുപോലെ തന്നെ മീഡിയൻ എന്ന് പറയുന്നത് 50th പെർസെൻറ്റേജിലുമാണ്. ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയണത് 25th പെർസെൻറ്റേജിലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 2nd ക്വാർട്ടൈൽ എന്ന് പറയണത് 50th പെർസെൻറ്റേജിലാണ് മീഡിയൻ. 3rd ക്വാർട്ടൈൽ എന്ന് പറയണത് 75th പെർസെൻറ്റേജിൽ എന്നുള്ളത്, 75th പെർസെൻറ്റേജിൽ എന്നുള്ളതാണ്. ഈ 6 ഡിസൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 16th പെർസെൻറ്റേജിൽ, അതായത് 6 ഡിസൈലിനെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ അത് 60 പെർസെൻറ്റേജിൽ നിന്നാണ്. ഇനി മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 50th പെർസെൻറ്റേജിലാണ്. ഇനി 3rd ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ
75th പെർസെൻറ്റേജിൽ കാണാം. അപ്പോൾ ഇനി അത് ഓർഡർ ചെയ്യുമ്പം 60th പെർസെൻറ്റേജിൽ 6th ഡിസൈൽ ആദ്യം വരും, 50th പെർസെൻറ്റേജിൽ മീഡിയൻ വരും, 75th പെർസെൻറ്റേജിൽ തേർഡ് ക്വാർട്ടൈൽ വരും, 67th പെർസെൻറ്റേജിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുമുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഇൻക്രീസിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഏത് വരും? ആദ്യം വരുന്നത് മീഡിയനാണ്. അതായത് മീഡിയൻ എന്ന് പറഞ്ഞാൽ 50th പെർസെൻറ്റേജിലാണ്. അതിനുശേഷം വരുന്ന ഏതാണ്? 6th ഡിസൈൽ. 6th ഡിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60th പെർസെൻറ്റേജിൽ നിന്നാണ്. മൂന്നാമതായിട്ട് വരുന്ന ഏതാണ്? 67th പെർസെൻറ്റേജിലാണ്. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ഏതാണ്? തേർഡ് ക്വാർട്ടൈൽ. തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് ഏതാണ്? 75th പെർസെൻറ്റേജിലാണ്. സോ മീഡിയൻ 6th ഡിസൈൽ, 67th പെർസെൻറ്റേജിൽ, തേർഡ് ക്വാർട്ടൈൽ, അങ്ങനെ വരും. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് TSS, അതുപോലെ തന്നെ റെസിഡ്യൂവൽ സം ഓഫ് സ്ക്വയേഴ്സ് RSS ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 R2 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിനൊരു ഫോർമുലയുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. R2 = 1 - RSS / TSS എന്നുള്ളതാണ്. സോ E 1 - 5 / 20 = 0.75 എന്ന് കിട്ടും. B 1 - 5 / 25 = 0.8 എന്ന് കിട്ടും. C 1 - 10 / 25 = 0.6 എന്ന് കിട്ടും. D 1 - 12 / 32 = 0.62 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. അതായത് A2, B3, C4, D1 എന്ന് കിട്ടും. സോ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ 100 ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഓൾമോസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള 90% ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നമ്മൾ അനലൈസ് ചെയ്തു. വാലിഡിറ്റീസ്, ഇൻറ്റേർണൽ വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റീസ്, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, പ്ലേജറിസം, ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അബ്രിവേഷൻസ്, ചാർട്ടുകൾ, സാമ്പിളിങ്, പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മളോട് മെയിനായിട്ട് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളോട് മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോയി കഴിയുമ്പോഴും മനസ്സിലാകും ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഈ പോർഷൻസ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഇൻഡെപ്തായിട്ടും പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്